afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മള് അത്യാവശ്യം കവർ ചെയ്തു. വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മുടെ നഴ്സിംഗ് ഹൈറാർക്കിയാണ് പറഞ്ഞു നിർത്തിയത്. അത് എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ. അതിന്റെ ലാസ്റ്റ് ഭാഗം എത്തിയിട്ടുണ്ട്. നഴ്സിംഗ് സൂപ്പർവൈസർ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നഴ്സിംഗ് ഇൻചാർജ്. ആ ഹൈറാർക്കി ജസ്റ്റ് അല്ലെ, ആരെങ്കിലും ഒന്ന് മെസ്സേജുകൾ അയക്കാമോ? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു നോക്കാൻ സാഹചര്യമുണ്ട്. അതായത് എങ്ങനെയാണ് ഹൈറാർക്കിയുടെ സ്റ്റാർട്ടിങ്? ഏറ്റവും ടോപ്പില് ആരാണുള്ളത്? ടോപ്പില് നഴ്സിംഗ് ഡയറക്ടർ, സൂപ്രണ്ടന്റ്. ആർക്കെങ്കിലും അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? ഡയറക്ടർ, നേഴ്സിംഗ് ഡയറക്ടർ, നേഴ്സിംഗ് സൂപ്പർ. നോ, എല്ലാവരും പേജ് എടുക്കുന്ന ടൈമിലേക്കെങ്കിലും ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റുമോ? ഹൈറാർക്കി. നേഴ്സിംഗ് ഡയറക്ടർ, നേഴ്സിംഗ് സൂപ്രണ്ട്, നേഴ്സിംഗ് സൂപ്പർവൈസർ. ആവുന്നില്ല, പറയുന്നുണ്ട്. അവിടെ പണിക്കാരുണ്ട് മിസ്. അതാ ഒന്നുകൂടി പറയട്ടെ. മിസ് നേഴ്സിംഗ് ഡയറക്ടർ. കേൾക്കുന്നില്ല, നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ വോയിസ് ആവുന്നില്ല. എന്തായാലും മെസ്സേജ് അയക്കാം. ഇതാണ് ടോപ്പിലെ, നമുക്കറിയാം. അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. ഏറ്റവും ടോപ്പിലെ ഡയറക്ടർ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് പേഴ്സൺ ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ്, then നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, then എന്താണ്? നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവര്. അതിനുശേഷം നഴ്സിംഗ് ഇൻചാർജ്, then സ്റ്റാഫ് നേഴ്സ്. ഓക്കെ, then last നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് ഇതിന്റെ ആ ഒരു ഹൈറാർക്കി കൃത്യമായിട്ട് തന്നെ നമ്മളത് അതേ രീതിയിൽ തന്നെ ക്യാച്ച് ചെയ്യണം. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇതാണ്. ഓക്കെ, നിങ്ങൾ ആ ഹൈറാർക്കി കറക്റ്റ് ആയിട്ട് തന്നെ ടൈപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗുഡ്. എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് ഉള്ളത് നഴ്സിംഗ് ഇൻചാർജ്. അപ്പൊ നഴ്സിംഗ് ഇൻചാർജിന്റെ അല്ലേ, നമുക്കറിയാം ഇൻചാർജ് അല്ലെ, സാധാരണയായിട്ട് ഒരു വാർഡൊക്കെ വരുമ്പോൾ അവിടെ ഇൻചാർജ് ഉള്ള നേഴ്സാണ് അതിന്റെ എല്ലാത്തിന്റെയും മേലധികാരിയായിട്ട് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനുണ്ട് അല്ലെ. ഒരു വാർഡൊക്കെ ആവുമ്പോൾ എല്ലാ നഴ്സുമാരുടെയും കോർഡിനേറ്റ്, ആ വാർഡിലുള്ള എല്ലാ നഴ്സുമാരെയും കോർഡിനേറ്റ് ചെയ്ത് പേഷ്യൻസിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ട ഒരു സൂപ്പർവൈസറി ആയിട്ട് തന്നെ നിലകൊണ്ട് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയാണ് നഴ്സിംഗ് ഇൻചാർജിന്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ നഴ്സിംഗ് ഇൻചാർജ് ടു ഷെഡ്യൂൾ ആൻഡ് ഡയറക്ട് ദ നഴ്സിംഗ് കെയർ ഇൻ എ സ്പെസിഫിക് വാർഡ് ഓർ യൂണിറ്റ് ഡ്യൂറിംഗ് ഈച്ച് അസൈൻഡ് ഷിഫ്റ്റ്.
അതായത് ഓരോ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് അല്ലെ, ഓരോ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് തന്നെയാണ് ഓരോ ഡ്യൂട്ടി ഇൻചാർജ് ഉള്ള പേഴ്സണ് അതിൻ്റെതായ കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ. ഷിഫ്റ്റ് ഡ്യൂട്ടികൾ ഉണ്ടാവും. മോർണിംഗ് ഡ്യൂട്ടിയിൽ ഇൻചാർജ് ഉള്ള നഴ്സ് തന്നെയാണ് അവിടെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അല്ലെ. It is the duty of the nursing in charge to schedule and direct the nursing care in a specific ward. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഓരോ പ്രത്യേക വാർഡുകളുണ്ട്. ആ വാർഡുകൾക്ക് തന്നെയാണ് ഓരോ ഇൻചാർജ് ഉള്ള പേഴ്സണെ നിർമ്മിക്കുന്നത് അല്ലെ. ആ വാർഡിന്റെ മൊത്തത്തിലുള്ള ഡ്യൂട്ടികൾ അവിടെയുള്ള നഴ്സുമാർ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്ത് അതേപോലെ തന്നെ അവിടെയുള്ള പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള നല്ല സർവീസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സൂപ്പർവൈസറി ആയിട്ടാണ് നഴ്സിംഗ് ഇൻചാർജിനെ ഏൽപ്പിക്കുന്നത് അല്ലെ. then എന്താ പറയുന്നത് യൂണിറ്റ് ഡ്യൂറിങ് ഈച്ച് അസൈൻഡ് ഷിഫ്റ്റ്. അതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട് മറ്റൊരു കാര്യം, ഓരോ അസൈൻഡ് ഷിഫ്റ്റില് ഓരോ പ്രത്യേക വാർഡിന് അതിന് ചാർജ് അല്ലെ, അതിനെ കൈകാര്യം ചെയ്യാനുള്ള ചാർജാണ് നഴ്സിംഗ് ഇൻചാർജിന് ഉള്ളത്. then എന്താ പറയുന്നത് if there is any problem with the patient, it is the nursing incharge who contact the patient first. അതായത് പേഷ്യന്റ് ഫസ്റ്റ് തന്നെ അല്ലെ എന്തെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും ഒരു സർവീസുകൾ അല്ലെ തൃപ്തികരമല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം തന്നെ ഇൻഫോം ചെയ്യേണ്ടത് ആരെയാണ്? നഴ്സിംഗ് ഇൻചാർജ് ഉള്ള ആ ഒരു പോസ്റ്റിലുള്ള വ്യക്തിയോടാണ് അല്ലെ. ഇത് എന്താ പറയണേ, ഇറ്റ് there is any problem with the patient, it is the nursing incharge who contact the patient first. Then വീണ്ടും പറയുന്നു if the patient not satisfied with their thus response, ask to speak to the nurse supervisor. ഓക്കെ, അപ്പൊ നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വാർഡിന്റെ ഇൻചാർജ് ഉള്ള നഴ്സിനോട് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഷ്യന്റ് അത് നേരിട്ട് ചെന്ന് പറയേണ്ടതുണ്ട്. അവരുടെ ആൻസർ അല്ലെ, അവര് കൃത്യമായിട്ട് തന്നെ സൊല്യൂഷൻസ് അതിന്റെ ആ ഒരു പ്രോബ്ലത്തിന്റെ എന്തെങ്കിലും സൊല്യൂഷൻസ് നിർദ്ദേശിക്കുന്നത് തൃപ്തികരമല്ല എന്ന് തോന്നിയ പിന്നെ അവരോട് പറയണമെന്ന് പറയുന്നത് നെക്സ്റ്റ് പേഴ്സൺ ആരാണ്? വായിച്ചപ്പോ പറഞ്ഞു പോയിരുന്നു. അതായത് അല്ലെ if the patient not satisfied with her thus response, ask it okay good supervisor, ask it to speak to the nurse supervisor. ആദ്യം തന്നെ എന്താണ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സൊല്യൂഷൻ നിർദ്ദേശിക്കാനായിട്ടുള്ള കഴിവ് ആർക്കാണ്? ഇൻചാർജ് ഉള്ള നഴ്സിനാണ്. അദ്ദേഹത്തിന്റെ അല്ലെ അദ്ദേഹത്തിന്റെ മറുപടി തൃപ്തികരമല്ല എങ്കിൽ നെക്സ്റ്റ് പേഴ്സൺ ആരാണ്? സൂപ്പർവൈസറിലുള്ള അല്ലെ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. നമുക്കറിയാം നഴ്സിംഗ് ഇൻചാർജിന്റെ മേലാധികാരി എന്ന് പറയുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ. അപ്പൊ നഴ്സിംഗ് ഇൻചാർജിനോട് പറഞ്ഞിട്ട് അത് തൃപ്തികരമല്ല എങ്കിൽ പിന്നെ നെക്സ്റ്റ് എന്താണ്? സൂപ്പർവൈസറി പോസ്റ്റിലുള്ള നഴ്സിനോടാണ് ഇൻഫോം ചെയ്യേണ്ടത്. അതാണ് നഴ്സിംഗ് ഇൻചാർജിലുള്ള ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. Nursing in charge എന്ന് പറയുന്നത് it is the duty of a nurse in charge to schedule and direct the nursing care in a specific ward or unit during each assigned shift. അപ്പൊ അവിടെ കൃത്യമായിട്ട് തന്നെ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്യുക. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ ഡാഷ് അല്ലെ, ആരാണ് അല്ലെ ആരുടെ ഡ്യൂട്ടിയാണ് ടു ഷെഡ്യൂൾ ആൻഡ് ഡയറക്ട് ദ നഴ്സിംഗ് കെയർ ഇൻ എ സ്പെസിഫിക് വാർഡ് ഓർ യൂണിറ്റ് ഡ്യൂറിങ് ഈച്ച് അസൈൻഡ് ഷിഫ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും പറയുന്നുണ്ട് ഹു കോണ്ടാക്ട് ദ പേഷ്യന്റ് ഫസ്റ്റ് അല്ലെ. ഇനി പ്രോബ്ലംസ് വരികയാണ് എങ്കിൽ അല്ലെ അതിന്റെ ആ ഒരു സൊല്യൂഷൻ അത് നിർദ്ദേശിക്കാനായിട്ട് അല്ലെങ്കിൽ ആ പ്രോബ്ലം ആരെയാണ് ഇൻഫോം ചെയ്യേണ്ടത്? ആരെയാണ് ഇൻഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നത്? നഴ്സിംഗ് ഇൻചാർജ്. ഇൻ കേസ് ആ പ്രോബ്ലംസിന് സൊല്യൂഷൻ കിട്ടിയില്ല എങ്കിൽ നെക്സ്റ്റ് പേഴ്സൺ ആരാണ്? നഴ്സ് സൂപ്പർവൈസർ. If the patient not satisfied with her thus the response, ask to speak to the dash ആരാണ്? The nursing supervisor. Any problems in the solution തൃപ്തികരമല്ല എങ്കിൽ നെക്സ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. നമുക്കറിയാം വാർഡ് ആയതുകൊണ്ട് അല്ലെ പ്രധാനമായിട്ടും അവരുടെ ഡ്യൂട്ടീസ് നമുക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. നോക്കാം. ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. അതായത് ആ വാർഡിലുള്ള എല്ലാ നഴ്സുമാരെയും അല്ലെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ആർക്കാണുള്ളത്? ആരുടെ കാര്യം പഠിക്കുന്നത്? ടു സപ്പോർട്ട് സൂപ്പർവൈസ് ഇൻചാർജ് നഴ്സിംഗ് ഇൻചാർജിനുള്ള ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. എല്ലാ ആ വാർഡിലുള്ള എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും സപ്പോർട്ട് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുന്നതും നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഗുഡ്. നെക്സ്റ്റ് എന്താണ്? റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. വേറൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവിടെയുള്ള പേഷ്യൻസിന്
നല്ല സേവനങ്ങൾ ലഭ്യമാക്കുക, അല്ലെ, അത് പരിപാലിച്ചു കൊണ്ടുപോകുക. നല്ല സേവനങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മേലധികാരി എന്ന് പറയുന്നത് ഇൻചാർജ് ഉള്ള നഴ്സാണ്. റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. അപ്പൊ പ്രധാനമായിട്ട് നമുക്കറിയാം ഇൻ വാർഡ്, അല്ലെ, ഒരു പ്രത്യേക വാർഡിലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ വരാം, ഹു റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ ഓഫ് പേഷ്യന്റ് സർവീസ് ഇൻ എ വാർഡ്. വാർഡിലുള്ള പേഷ്യൻസിന് നല്ല സർവീസുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആരാണ്. നെക്സ്റ്റ് എന്താണ്, ഇതിന്റെയൊക്കെ എല്ലാ റെസ്പോൺസിബിലിറ്റീസിലും നമുക്കറിയാം വ്യത്യസ്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം ഓൾമോസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോകാം. then എന്താ പറയുന്നത്, ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ. എന്താണ് പറയുന്നത്, ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ. നമുക്കറിയാം ആ വാർഡിലൊക്കെ ഡ്യൂട്ടി ചെയ്യുന്നവര്, അല്ലെ, ഒരുപാട് നഴ്സുമാർ അവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഓരോ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മന്ത്ലി തന്നെ അത് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെ, അത് പ്രിപ്പയർ ചെയ്യേണ്ടത് നഴ്സിംഗ് ഇൻചാർജ് ആണ്. ദെൻ അത് ശരിയാണെന്ന്, അല്ലെ, കൺഫേം ചെയ്യേണ്ടത് ആരാണ്? അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഡ്യൂട്ടി റോസ്റ്റർ അത് കൺഫേം ചെയ്യുന്നത്, സ്ഥിരീകരിക്കുന്നത് ആരാണ്? സൂപ്പർവൈസർ. നമ്മൾ അവിടെ ഒരു പോയിന്റിൽ പഠിച്ചായിരുന്നു, അല്ലെ, ഡ്യൂട്ടി റോസ്റ്റർ കൺഫേം ചെയ്യുന്നത് സൂപ്പർവൈസർ ആണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പ്രിപ്പയർ, അല്ലെ, ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്ററിനെ വാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻചാർജ് നേഴ്സ് ആണ്. പിന്നെ എന്താണ്, അത് കൺഫേം ചെയ്യുന്നത്, ആ ഡ്യൂട്ടി റോസ്റ്റർ കൺഫേം ചെയ്യുന്നത് സൂപ്പർവൈസർ ആണ്. നെക്സ്റ്റ് എന്താണ്, ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ. അതായത് വാർഡിലെ പ്രവർത്തനങ്ങളൊക്കെ, അല്ലെ, കൃത്യമായിട്ട് തന്നെ പരിപാലിച്ചു കൊണ്ടുപോകേണ്ടത് ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ആണ്. ദെൻ ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻ ആൻഡ് നാർക്കോട്ടിക്സ് റിപ്പോർട്ട്സ്. അതായത് മരുന്നുകൾ, അല്ലെ, ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മെഡിസിൻസും കാര്യങ്ങളെല്ലാം കൊടുക്കണം. അതോടൊപ്പം തന്നെ നാർക്കോട്ടിക് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് മയക്ക്, നമുക്കറിയാം അനസ്തേഷ്യ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടതൊക്കെ ഉണ്ടാവും, അല്ലെ. അതിന്റെ ആണെങ്കിൽ ഇത്രയും ശതമാനം അത് കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്ത് തയ്യാറാക്കേണ്ടതുണ്ടാവും. ചില പേഷ്യൻസിന് നമ്മളൊക്കെ അറിയാം, ചിലപ്പോ അവര് എന്താണ് ഭയങ്കര ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോ അവരെ വേദന സംഹാരികളും ഒക്കെ മയക്കുമരുന്നുകളും, അതായത് ചെറിയ രീതിയിൽ മയക്കി കിടത്തുന്നത്, അല്ലാതെ മയക്കുമരുന്നല്ല ഉദ്ദേശിച്ചത്, ചെറിയ രീതിയിൽ അവരുടെ, അല്ലെ, മയക്കാനായിട്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇതേമാതിരി വേദന കൂടുമ്പോൾ, അല്ലെ, അവർക്ക് വേദന സംഹാരികളൊക്കെ കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് വെക്കാം. നമുക്കറിയാം മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതേമാതിരി തന്നെ ഇത്തരം കാര്യങ്ങൾ എടുത്തു പറയുന്നത്, ഇത്തരത്തിലുള്ള വേദന സംഹാരികളൊക്കെ കൂടുതൽ കൊടുക്കാനായിട്ടുള്ള, അല്ലെ, ഒരു ഇതില്ല, അല്ലെ, പെർമിഷൻ ഇല്ല. അതപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കേണ്ടത്, അത് അധികമായിട്ട് കൊടുക്കേണ്ട ആവശ്യകത എന്താന്നുള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഡ്യൂട്ടി കൂടി നഴ്സിംഗ് ഇൻചാർജിന് ഉണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കാം. ചില പോയിന്റ്സ് ഒക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യനിൽ കാണുന്നതാണ്, അതൊക്കെ നോട്ട് ചെയ്ത് പോവുക. പ്രധാനമായിട്ടും പേഷ്യൻസിന് സർവീസ് കൊടുക്കുന്നതും റിപ്പോർട്ടുകൾ ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുന്നതും, അതേമാതിരി തന്നെ നമ്മുടെ നഴ്സുമാർ, വാർഡിലുള്ള നഴ്സുമാരെ സപ്പോർട്ട് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്നതും ആരാന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് തന്നെ നഴ്സിംഗ് ഇൻചാർജ് എന്ന് നിങ്ങൾ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ അല്ലെങ്കിൽ ചോദിക്കാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാമോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സ്റ്റാഫ് നഴ്സ് ആണ്. സ്റ്റാഫ് നഴ്സ് നമുക്കറിയാം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, അല്ലെ, എല്ലാവർക്കും വിസിബിൾ ആയിട്ടുള്ള നഴ്സും ഒരുപാട് നഴ്സുമാരുണ്ട്. അതേസമയം എല്ലാവർക്കും ചിലപ്പോഴൊക്കെ നഴ്സിംഗ് ഇൻചാർജിനോ സൂപ്പർവൈസറെയോ അല്ലെങ്കിൽ സൂപ്രണ്ടന്റിനോ ഡയറക്ടറിനെ ഒന്നും എപ്പോഴും കാണാൻ പറ്റിയെന്നൊക്കെ വരുന്ന റയർ കേസുകളിലായിട്ടായിരിക്കും. പക്ഷെ എല്ലാ സ്റ്റാഫിനും, മിക്കവാറും എല്ലാവരും തന്നെ സ്റ്റാഫ് നഴ്സുകളെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ. അവരുടെ ഡ്യൂട്ടികളും നമുക്ക് അതുകൊണ്ട് തന്നെ സുപരിചിതമാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇറ്റ് ഈസ് ദ സ്റ്റാഫ് നഴ്സ് who handle the largest segment of the offer health care work.
നമുക്കറിയാം ഏറ്റവും കൂടുതൽ അല്ലെ ഏറ്റവും കൂടുതൽ രോഗിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആർക്കുള്ളത്? സ്റ്റാഫ് നഴ്സിനുള്ളത്. ഇറ്റ് ഈസ് ദ സ്റ്റാഫ് നഴ്സ് ഹു ഹാൻഡിൽ ദ ലാർജസ്റ്റ് സെഗ്മെന്റ് എന്ന് വെച്ചാൽ കൂടുതൽ ഭാഗവും ഒരു ശുശ്രൂഷ രംഗത്ത് വർക്ക് ചെയ്യുന്നത്, പേഷ്യന്റിനോട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് സ്റ്റാഫ് നഴ്സ്. The staff nurse must have a bachelor degree or a diploma from recognized nursing program. അദ്ദേഹത്തിന് ഒരു സ്റ്റാഫ് നഴ്സ് ആവണമെങ്കിൽ എന്താണ് ആവശ്യമായിട്ട് വരുന്നത്? ബാച്ചിലർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഫ്രം റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാം. അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോകാം. ചിലപ്പോഴെങ്കിലും ക്വാളിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. പിന്നെ ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്കിൽ ഉള്ള ഒരു പേഴ്സൺ ആരാണെന്ന് ചോദിക്കാറുണ്ട്. ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്ക് എന്ന് അല്ലെ, അതിന്റെ ആൻസറും സ്റ്റാഫ് നഴ്സ് തന്നെയാണ്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. Then എന്താണ് നെക്സ്റ്റ് സെന്റൻസ്? They spend a lot of their time providing direct patient care. അതായത് കൂടുതൽ സമയം അല്ലെ പേഷ്യന്റിനോട് അല്ലെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ചെലവഴിക്കുക അല്ലെ, കൂടുതൽ സമയവും പേഷ്യന്റിനുമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് ആരുടേത്? സ്റ്റാഫ് നഴ്സിന്റെ. Staff nurse continuously observe, monitor and assess the progress of each patient. അവരെന്താ ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ തുടർച്ചയായിട്ട് തന്നെ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുകയും വിലയിരുത്തുകയും. അസസ് എന്നൊക്കെ പറയുമ്പോൾ വിലയിരുത്തുക, അവരുടെ പുരോഗതി അല്ലെ ട്രീറ്റ്മെന്റുമായി മുന്നോട്ട് പോകുമ്പോൾ രോഗങ്ങൾ ഭേദമാകുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ വിലയിരുത്തി അവരെ നിരീക്ഷിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? സ്റ്റാഫ് നഴ്സ് ആണ്. If there is a sudden change in any patient condition, nurse takes appropriate action such as medication or calling the doctor. നമുക്കറിയാം നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ പേഷ്യന്റിനെ അല്ലെ സ്റ്റാഫ് നഴ്സ് ജസ്റ്റ് മെഡിസിൻ ഒക്കെ കൊടുക്കാനായിട്ട് ചെല്ലുമ്പോഴായിരിക്കും അവരെ മോണിറ്ററിൽ അല്ലെ നമ്മൾ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത വല്ല മെഷീൻസ് ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇച്ചിരി കൂടുകയോ അല്ലെങ്കിൽ പ്രഷർ കുറയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് നഴ്സുമാരെ അറിയിക്കേണ്ടി വരും. അവരാദ്യം തന്നെ വന്ന് അല്ലെ പേഷ്യന്റിന് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ. അതിനുശേഷം അവരുടെ കൺട്രോൾ പോകുക അല്ലെ, അവർക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ആരെങ്കിലും സപ്പോർട്ടും കൂടി അല്ലെങ്കിൽ ഗൈഡൻസും കൂടിയും ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് ആയിട്ടും അവര് ഡോക്ടേഴ്സിനൊക്കെ ഇൻഫോം ചെയ്യും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദർ ഇസ് എ സഡൻ ചേഞ്ചസ്, പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് പേഷ്യൻസിന്റെ കണ്ടീഷനിൽ വരികയാണെങ്കിൽ നഴ്സ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ, അതിനനുയോജ്യമായ ആക്ഷൻ ഒക്കെ അവരെടുക്കും അല്ലെ. എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ മെഡിസിൻ ആണെങ്കിൽ മെഡിസിൻ ഒക്കെ കൊടുക്കും. അതിന് ശേഷം എന്താണ് അവര് ഡോക്ടറിനെ ഇൻഫോം ചെയ്യും. ഇങ്ങനെയുള്ള പേഷ്യന്റ് ഇങ്ങനെയുള്ള സംതിങ് അല്ലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി, ഞാൻ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഡോക്ടേഴ്സിന്റെ ഇൻഫോം ചെയ്തിട്ട് അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് നഴ്സ് ആ പേഷ്യന്റിനെ ഡീൽ ചെയ്യും. ഓക്കെ, അതാണ് സ്റ്റാഫ് നഴ്സിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്യാലോ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ എന്താ പറയുന്നത്? കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, എന്താണ് ഫസ്റ്റ് പോയിന്റ്? എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. നമുക്കറിയാം പേഷ്യന്റ് ആയിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്ന പേഴ്സൺ ആണ് ആര്? നമ്മുടെ സ്റ്റാഫ് നഴ്സിംഗ് അല്ലെ. അവിടെ എന്നും അവര് എല്ലാ ദിവസവും തന്നെ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും അവര് എല്ലാ ദിവസവും അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എല്ലാ ദിവസവും സാധാരണ ടൈമിൽ തന്നെ എത്തി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ, അവർക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ അവരോട് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബന്ധം നമുക്കറിയാം. സുപരിചിതമായ നഴ്സുമാർ അവരുടെ കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ ഉണ്ടാവും, തിരിച്ചു മറുപടികളൊക്കെ ഉണ്ടാവും. ഞാൻ എസ്റ്റാബ്ലിഷ് sympathetic environment by providing emotional, psychological, spiritual support to patients, friends, families.
നമുക്കറിയാം അല്ലെ, അവർക്ക് എന്താണ് ആ ഫാമിലിയോട്, അവരുടെ ഒപ്പം തന്നെ ആ പേഷ്യന്റിനോടൊപ്പം തന്നെയുള്ള ഫാമിലി മെമ്പേഴ്സുകളൊക്കെ ഉണ്ടാവും. അവരോട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ പേഷ്യൻസിന്റെ മറ്റു ആരാണോ അല്ലെ അവരോടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് ഒരു ആത്മീയമായ അല്ലെങ്കിൽ എന്താണ് സൈക്കോളജിക്ക് എന്ന് പറയുമ്പോൾ എന്താണ് വൈകാരികമായിട്ട് അവരുടെ ഇമോഷൻസ് ഒക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം പെയിനും കാര്യങ്ങളോ അല്ലെങ്കിൽ ഉത്കണ്ഠകളോ അങ്ങനെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഏത് രോഗികളാണെങ്കിലും ചിലപ്പോ അവിടെ ചെല്ലുമ്പോഴൊക്കെ ആയിരിക്കും ഇത്ര വലിയ രോഗങ്ങളൊക്കെയാണെന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പൊ അവർക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെയൊക്കെ ഒന്ന് പിന്തുണ കൊടുക്കാനായിട്ടുള്ള ഒരു ഊർജം കൂടി ആർക്കുണ്ടാകും, നമ്മുടെ സ്റ്റാഫ് നഴ്സുകൾക്ക് ഉണ്ടാവും അല്ലെ. അത് തന്നെയാണ് പറയുന്നത്. അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും അല്ലെങ്കിൽ പേഷ്യൻസിനോടാണെങ്കിലും ഒരു ആത്മീയ അല്ലെങ്കിൽ മാനസിക അല്ലെങ്കിൽ വൈകാരിക ഒരു ബന്ധം അല്ലെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട്, ഒരു സിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ ഒരു സഹാനുഭൂതിയോടുകൂടിയുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ടും ആർക്ക് സാധിക്കുമെന്നുള്ളത്, സ്റ്റാഫ് നഴ്സിന് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, കറക്റ്റ് അല്ലേ? കുറച്ചു നാളൊക്കെ ഒരുപാട് നാളൊക്കെ കിടന്ന് ചികിത്സിച്ചു വരുന്ന വ്യക്തികൾക്കൊക്കെ ആ നഴ്സുമാരും ഒരു അല്ലെ ഒരു ഫാമിലി ഫ്രണ്ടിനെ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവും ഇല്ലേ? then എന്താണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, സോൾവ് പേഷ്യൻസ് പ്രോബ്ലംസ്, മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയൺമെന്റ്. നമുക്കറിയാം പേഷ്യൻസ് അല്ലെ നഴ്സുമാര് ആ റൂമിലേക്കൊക്കെ വരുമ്പോഴും അത്രയും അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ആ എൻവയൺമെന്റ് രോഗങ്ങളൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലുള്ള പ്ലേസ് ആണ് ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു സ്ഥലങ്ങളെല്ലാം അല്ലെ നീറ്റ് ആയിട്ട് ടൈഡി ആയിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നഴ്സുമാർ പങ്കുവയ്ക്കും. സോൾവ് പേഷ്യൻസ് പ്രോബ്ലംസ്, ഒപ്പം തന്നെ അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെ റൂമിലൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നഴ്സുമാരായിട്ട് ഷെയർ ചെയ്യും, അവരതിന്റെ സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കും അല്ലെ. സോൾവ് പേഷ്യൻസ് പ്രോബ്ലംസ്, മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ ആൻഡ് വർക്കിംഗ് എൻവയൺമെന്റ്. അവിടെ എല്ലാം നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു വെക്കാനായിട്ട് അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സ്റ്റാഫ് നഴ്സ് ഉണ്ടാവും അല്ലെ. അവിടെ എപ്പോഴും അവരോടൊപ്പം തന്നെ സ്റ്റാഫ് നഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. then എന്താണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ. അതായത് നമുക്കറിയാം അല്ലെ ചില പേഷ്യൻസിന് മണിക്കൂറുകൾ ഇടവിട്ട് തന്നെ മെഡിസിൻസ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ നമുക്ക് ഡെയിലി ഡയാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം ഈ നഴ്സിന് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് അവര് അല്ലെ ഒരു ഭരണപരമായ രീതിയിൽ തന്നെ അവരുടെ മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓരോ സമയത്തിനൊക്കെ ആയിരിക്കും അവര് ആ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നത്. നേരത്തെ കൂട്ടി അവര് ഇൻഫോം ചെയ്യും അല്ലെ ഇന്ന മെഡിസിൻസ് ഒക്കെ നിങ്ങൾ എത്തിക്കണം ഇന്ന സമയത്തിനുള്ളിൽ. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരു നിർവഹണ പോസ്റ്റും കൂടി ആരെ ഏറ്റെടുക്കുന്നുണ്ട്, സ്റ്റാഫ് നഴ്സ് ഏറ്റെടുക്കുന്നുണ്ട്. എന്താണ് ഡോക്യുമെന്റേഷൻ കെയർ സർവീസ് ബൈ ചാർട്ടിങ് അല്ലെ. അവരുടെ ഡോക്യുമെന്റുകളെല്ലാം കൃത്യമായിട്ട് തന്നെ അത് സേവനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ചാർട്ട് ചെയ്യുകയൊക്കെ നടത്തുന്നുണ്ട്. നമുക്കറിയാം അപ്ഡേറ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നു. then maintain patient confidence and keep information confidential. കോൺഫിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഒരു ആത്മവിശ്വാസം അല്ലെ. നമുക്കറിയാം പേഷ്യൻസ് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അവര് പേഴ്സണൽ ആയിട്ടുള്ള ചിലപ്പോൾ മറ്റെല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും നഴ്സുമാരൊക്കെ വരുമ്പോൾ അവര് ഫ്രീ ആയിട്ട് തന്നെ അവരോട് തുറന്ന് സംസാരിക്കുന്നുണ്ടാവും. അതെല്ലാം അല്ലേ അവര് സുരക്ഷിതമായിട്ട് തന്നെ അവരുടെ വിശ്വാസത്തിനനുസൃതമായിട്ട് തന്നെ സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് അത് സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത് പേഷ്യന്റ് അല്ലെ ആ നഴ്സുമാര് തയ്യാറായിരിക്കണം. മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ്പ് ഇൻഫോർമേഷൻ കോൺഫിഡന്റ്. എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് തന്നെ വിശ്വസ്തയോടുകൂടി തന്നെ സൂക്ഷിക്കാനായിട്ട് ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു. എന്താണ് മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്കിങ്. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ എന്താ സ്റ്റോക്ക് അല്ലെ. ഇൻവെന്ററി ചെക്കിങ് എന്ന് പറയുമ്പോൾ സ്റ്റോക്കുകൾ, അതായത് നമുക്ക് എന്തെങ്കിലും സ്റ്റോക്കുകൾ നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടായെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്തുക അല്ലെ. അതിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ കേസ് നമുക്കറിയാം ഇൻവെന്ററി അല്ലെ
അതിലെ നെറ്റ് വഴി തന്നെയാണെങ്കിലും അതിൽ എന്തെങ്കിലും സ്റ്റോക്കുകൾക്ക് വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്ത് പുറത്തുനിന്ന് മേടിക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാനൊക്കെ ആയിട്ട് കൃത്യമായിട്ട് പേഷ്യന്റിന് നിർദ്ദേശങ്ങളൊക്കെ നൽകേണ്ടിയിരിക്കുന്നു. എന്താണ് മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ്. അതായത് അവർക്ക് അല്ലെ സ്റ്റാഫ് നേഴ്സ് ആണെങ്കിലും അവർക്കും എന്താണ് ടെക്നിക്കൽ നോളജുകളൊക്കെ വേണം. കാരണം അവരുടെ വിദ്യാഭ്യാസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ പുതിയതായിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെയൊക്കെ നോളജും ആര് സമ്പാദിക്കേണ്ടിയിരിക്കുന്നു? സ്റ്റാഫ് നേഴ്സും സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. സാങ്കേതിക പരിജ്ഞാനമൊക്കെ അവര് നിലനിർത്താനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ പുതിയ പുതിയ ടെക്നിക്കുകളൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെതായ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ട്രെയിനിങ് ഒക്കെ അതിലൊക്കെ പങ്കെടുത്ത് ആ ഒരു ജ്ഞാനമൊക്കെ ഇവര് നേടിയിരിക്കണം. മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ്. അങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ് പാക്കേജ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അറ്റൻഡ് ചെയ്ത് അവരുടെ അറിവും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സാങ്കേതിക വിദ്യകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിപാലിച്ചുകൊണ്ട് നേടിയെടുത്തുകൊണ്ട് പോകണം എന്നുള്ളതാണ്. നോക്കാം, ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ആണ് നമ്മുടെ സ്റ്റാഫ് നേഴ്സിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെയും നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസുകളൊക്കെ വരാം അല്ലെ. Who solve a patient's problem, maintain safe and clean working environment. അറിയാം, സ്റ്റാഫ് നേഴ്സ് ആണ്. അതേമാതിരി തന്നെ who maintain patient confidence and keep information confidential അല്ലെ. അത് വിശ്വസ്തതപൂർവ്വം തന്നെ അവരുടെ ഇൻഫോർമേഷൻസ് സൂക്ഷിച്ചു വെക്കുകയും അത് പരിപാലിച്ചു കൊണ്ടുപോകുകയും ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാലും നമുക്കറിയാം സ്റ്റാഫ് നേഴ്സ് ആണ്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് പേഷ്യന്റ്, ആരാണ് ഒരു നല്ലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് പേഷ്യന്റ് ആയിട്ട് കാഴ്ചവെക്കുന്ന ഏത് നേഴ്സാണെന്ന് ചോദിക്കുമ്പോഴും നമുക്കറിയാം സ്റ്റാഫ് നേഴ്സ് ആണ്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം. പ്രധാനമായിട്ടും വരുന്ന 2-3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? ചെയ്യാലോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റ്. എന്താണ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും താഴെയുള്ള ലെവലിലുള്ള പേഴ്സൺസ് ആണ് അല്ലെ. നമുക്കറിയാം ഏറ്റവും അണ്ടറിലാവുമ്പോൾ അവരുടെ മേലധികാരികളാണ് മേലെയുള്ള പോസ്റ്റിലുള്ള വർക്കേഴ്സ്. അപ്പൊ നമുക്ക് സ്റ്റാഫ് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ മേലധികാരികൾ എന്ന് പറയുമ്പോൾ സ്റ്റാഫ് നഴ്സ് അല്ലെ. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് നഴ്സിംഗ് അസിസ്റ്റന്റിന് ഉള്ളത്. എന്താണ് നോക്കാം. നഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ assistant nursing is the individual who works under a staff nurse in a supporting role under. ഓക്കെ, അപ്പൊ അവരെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് അല്ലെ സാധാരണയായിട്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പേഴ്സൺസ് എന്താണ് സ്റ്റാഫ് നഴ്സിന്റെ അണ്ടറിലാണ് വരുന്നത്. അവര് നഴ്സുമാരെ സ്റ്റാഫ് നഴ്സുമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ്, അവരെ സഹായിക്കുന്ന ഡ്യൂട്ടിയാണ് അവര് ചെയ്യുന്നത്. Assistants have duties like helping patients with their basic needs. നമുക്കറിയാം പേഷ്യൻസിന്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സുകൾ അല്ലെ. അവരെ കിടന്ന് ചികിത്സിക്കുന്ന ഒരു പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരെ എല്ലാ ദൈനംദിന കാര്യങ്ങൾക്കും ആവശ്യത്തിനുമെല്ലാം ഒരു സഹായം വേണമെങ്കിലൊക്കെയാണ് നമ്മൾ അസിസ്റ്റന്റ് നഴ്സുമാരുടെ സേവനങ്ങള് ചോദിച്ചാലേ അത് കരസ്ഥമാക്കാൻ. അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ടാണ് നഴ്സുമാർ അവിടെ വർക്ക് ചെയ്യുന്നത്. They must be completed short-term diploma course of nursing.
ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും അവരുടേതായ ഡിപ്ലോമ കോഴ്സുകൾ പാസ്സായിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്താണ് ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസില് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട്. ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദ ബാത്റൂം. നമുക്കറിയാം ഒരാളുടെ സഹായം വേണ്ടി വരുമ്പോഴാണ് അല്ലെ അസിസ്റ്റന്റുമാരെ തേടുന്നത്. അപ്പൊ അവരെ ബാത്റൂം കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുക. ക്ലീൻ ആൻഡ് ബാത്ത് പേഷ്യൻസ് അവരെ കുളിപ്പിക്കുക അല്ലെ അവരെ ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അതിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുക. മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്. കിടന്ന് ചികിത്സിക്കുന്ന പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവരെ നന്ദി തുണികളൊക്കെ മാറ്റി അല്ലെ എല്ലാ ദിവസവും ക്ലീൻ ആക്കുന്ന ഒരു പ്രവർത്തിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുക. Then turn reposition and to move patients between wheelchairs, seats and beds, serve meals and help patients take their food. അതായത് ഫുഡ് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് ഒരു ഹെൽപ്പറെ വേണ്ടി വരുന്നത്. അപ്പൊ അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്താണ് വീൽ ചെയറിലൊക്കെ ആണ് പോകുന്നതെങ്കിൽ അവരെ എടുത്ത് വീൽ ചെയറിലേക്ക് അല്ലെ ഇരുത്തുക. അതേമാതിരി തന്നെ അവിടേക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അവരെ ഇവരുടെ സഹായത്തോടെ അസിസ്റ്റന്റ് നേഴ്സിന്റെ സഹായത്തോടു കൂടെ കൊണ്ടുപോവുക. അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് സ്റ്റാഫ് അല്ലെ അസിസ്റ്റന്റ് നേഴ്സിന് വരുന്നത്. then എന്താണ് പ്രഷർ വൈറ്റൽ സൈൻ സച്ച് ആസ് ബ്ലഡ് പ്രഷർ ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് എന്താണ് നേഴ്സ് അതിന്റെ ആ ഒരു റൊട്ടീൻ നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റാഫ് നേഴ്സ് അല്ലെ സ്റ്റാഫ് നേഴ്സുകളെയൊക്കെ അവിടെ കൃത്യമായിട്ട് വന്ന് പരിശോധിക്കുന്ന നേഴ്സുമാരെയൊക്കെ എന്തെങ്കിലും പ്രധാനപ്പെട്ട മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ അവരുടെ പ്രഷറോ പൾസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു പോവുകയോ കൂടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ റൊട്ടീൻ നേഴ്സിന് RN എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. റൊട്ടീൻ നേഴ്സ് അറിയാവുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ആർക്കെങ്കിലും മെസ്സേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മെസ്സേജ് ചെയ്ത് പോവാം. അപ്പൊ കിട്ടാത്തവർക്ക് അത് നോട്ട് ചെയ്ത് പോകാൻ സാധിക്കും. RN റൊട്ടീൻ നേഴ്സ്. ഓക്കെ, അപ്പൊ എന്താണ് എന്തെങ്കിലും അല്ലെ അവിടെ നോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ആരെങ്കിലും എഴുതിയിരിക്കേണ്ടതുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് പോകാം. റൊട്ടീൻ നേഴ്സ് എന്ന് പറയുമ്പോൾ അവര് അറിയിക്കുക അല്ലെ ആ അസിസ്റ്റന്റ് നേഴ്സുമാരാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സൈനുകളിൽ എന്തെങ്കിലും വേരിയേഷൻ ഒക്കെ ഉണ്ടാകുന്നത് അല്ലെ ബ്ലഡ് പ്രഷറും ടെമ്പറേച്ചറിലും അല്ലെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും ചിലപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ അവരുടെ ഓക്സിജനും എടുക്കുന്ന ലെവലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഇടയ്ക്ക് ഇത് നോട്ട് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് അല്ലെ കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എങ്കിലൊക്കെ റൊട്ടീൻ നേഴ്സിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കുക. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സെക്കൻഡ് പോയിന്റ് ക്ലീൻ ആൻഡ് ബാത്ത് പേഷ്യൻസ്. സാധാരണ ഞാൻ പറഞ്ഞു ഒരു ഹെൽപ്പറിന്റെ ആവശ്യമുണ്ടാകും അല്ലെ, അതുകൊണ്ടാണ് അസിസ്റ്റന്റ് നഴ്സിനെ വിളിക്കുന്നത്. അപ്പൊ ആ പേഷ്യന്റിനെ ഒന്ന് ക്ലീൻ അല്ലെ നമുക്കറിയാം സ്വമേധയാ അവർക്ക് ബാത്തിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഒരു അസിസ്റ്റന്റ് നഴ്സിനെ ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ ആ ഹെൽപ്പ് ചെയ്യാനായിട്ട് നഴ്സുമാര് തയ്യാറാവും. അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് അത്തരത്തിലുള്ള നഴ്സുമാരുടെ നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ. അവർക്ക് ഫുഡ് കൊടുക്കുക, അവരെ ക്ലീൻ അല്ലെ അവരുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ക്ലിയർ ആണോ?
നമ്മുടെ പോർഷൻസ് എന്തായാലും കവർ ചെയ്ത് കഴിഞ്ഞു. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ നോക്കിയത്? ഞാൻ ഓരോ ഭാഗത്തും കുറച്ചൊക്കെ നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ നോട്ട് ചെയ്ത് പോയായിരുന്നോ? ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാർട്ടിംഗ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, പറയാം. ഇവിടെ നമ്മള് സ്റ്റാഫിംഗ് എന്നുള്ള ഒരു ഇതെന്ന് പറയുന്നത്, അതായത് പ്രധാനമായിട്ടും അവിടെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നഴ്സുമാരുടെ ഒരു സ്റ്റാഫിംഗ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതില് നമുക്ക് നോക്കാം. ഇമ്പോർട്ടന്റ് എലമെന്റ്സിൽ വരുന്നത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ്. തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഇത് എടുക്കുന്നത് റിവൈസ്, ഇപ്പൊ നമ്മുടെ പോർഷൻസ് കഴിഞ്ഞു. ഇനിയുള്ള ഭാഗങ്ങളെല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പൊ നോക്കട്ടെ, നെക്സ്റ്റ് അവർ മിക്കവാറും ഞാനായിരിക്കും. നമുക്ക് ഞാൻ എടുത്ത പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നോക്കാം നമുക്ക്. അപ്പൊ ഇമ്പോർട്ടൻസ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗില് പറയുന്നത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്സ്, അല്ലെ? ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്സ്. It depends on the suitable education training given to the nursing staff for the kind of service they are being made ready for. അപ്പൊ നമുക്കറിയാം എന്താണ് സ്റ്റാഫിംഗ്, അല്ലെ? ആ ഒരു സ്റ്റാഫിംഗ് എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു. കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് പേഴ്സൺസിനെ നിയോഗിക്കുക എന്നുള്ളത്, അല്ലെ? എവിടെയാണോ നഴ്സുമാരുടെ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിലാണോ, മോർച്ചറിയിലാണോ, അല്ലെങ്കിൽ എന്താണ് സ്റ്റാഫ് നഴ്സിന്റെ ഒരു ഡ്യൂട്ടി വാർഡിലാണോ, അങ്ങനെ വ്യത്യസ്ത ഇതികളിലെല്ലാം, അല്ലെ? ഐസിയുവിലും എല്ലായിടത്തും എന്താണ് വേക്കൻസികൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ വേക്കൻസികളിലാണ് നഴ്സുമാരെ അവിടെ കറക്റ്റ് ആയിട്ട് പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഓരോ പേഴ്സൺ, നമുക്കറിയാം എല്ലാവരും ഒരേ കോമൺ ഡിഗ്രി കഴിഞ്ഞിട്ടാണ്, അല്ലെ? അവരുടേതായ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നഴ്സായിട്ട് വരുന്നത്. പക്ഷെ അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ പ്ലേസിലൊക്കെയാണ്, ലേബർ റൂമിൽ പോകുന്നവരുണ്ടാവാം, ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്നവരുണ്ടാവാം, അങ്ങനെ വ്യത്യസ്ത പ്ലേസുകളിലാണ് അവർ ഡ്യൂട്ടി പോകുന്നത്. ഓക്കെ, റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു തിങ്ക്, അത് മനസ്സിലാക്കി വെക്കണം. അതായത് ഏത് ഡ്യൂട്ടി ആണോ, അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റീവ് ആയിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സ് ആണെങ്കിൽ അവർക്ക് ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെ? എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കയറിയപ്പോ പണ്ടേ മുതൽ ഒരു ലേബർ റൂമിൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയിരുന്ന പേഴ്സൺസിനെ കൊണ്ട്, അല്ലെ, വേറൊരു ഡ്യൂട്ടി ഐസിയുവിലൊക്കെ കൂടെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഐസിയുവിലൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്ന പേഴ്സൺ ആണെങ്കിൽ അവർക്ക് നമുക്കറിയാം പിന്നെയും അവിടെ വർക്ക് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. But quality and quantity of nursing staff, it depends on the suitable education training given to the nursing staff for the kind of service they are being made ready for. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കാം, അത് മസ്റ്റ് ആണ്, അല്ലെ? അത് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ആണ്. ആ ക്വാളിഫിക്കേഷൻ അവരുടെ ക്വാളിറ്റി, അല്ലെ, അത്രത്തോളം നല്ല ക്വാളിറ്റിയോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് നല്ല ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ, അത് ഇപ്പൊ ഏത് തന്നെയാണെങ്കിലും അതെ, നമുക്കറിയാം ഏത് കോഴ്സ് പഠിക്കണം അത് നല്ലൊരു പ്ലേസിലാണ് പഠിക്കണമെങ്കിൽ എന്താ അവർക്ക് അത്യാവശ്യം നല്ലൊരു നോളജ് ഉണ്ടാവും, അല്ലെ? അത് നേടിയിരിക്കണം. ഇനി യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു നേടിയ ക്വാളിഫിക്കേഷൻ അത് ഉപയോഗപ്രദമാക്കുക എന്നുള്ളതാണ്. അത് മറ്റൊരു എലമെന്റ് ആണ്, അല്ലെ? The nursing staff must be allotted work in such a way that the knowledge skills acquired are best used for the purpose of they were imparted or trained. അപ്പൊ അവരെന്താണ് അത് നന്നായിട്ട് തന്നെ ഉപയോഗപ്രദമാക്കണം. യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഉപയോഗപ്രദമാക്കും. അപ്പൊ അതെങ്ങനെയാണ് അവർ ഉപയോഗമാക്കുന്നത്? മസ്റ്റ് ബി അലോട്ടഡ് വർക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് ദ നോളജ് സ്കിൽ അക്വയർഡ് ആർ ബെസ്റ്റ് യൂസ്ഡ് ഫോർ ദ പർപ്പസ്, അല്ലെ? നല്ല ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അവര് നേടിയിരിക്കുന്ന സ്കില്ലുകൾ അല്ലെങ്കിൽ അറിവുകള് അവര് ഉപയോഗപ്രദമാക്കണം. ഇതേവർ ഇമ്പാർട്ടഡ് ഓവർ ട്രെയിൻ, ഒരുപക്ഷെ അവര് നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടിയാലാണ് അവർക്ക് അത് നന്നായിട്ട് തന്നെ എല്ലാവർക്കും, അല്ലെ, അവർക്ക് ഉദ്ദേശിച്ച നോളജ് മറ്റുള്ളവരിലേക്ക് സർവീസ് ആയിട്ട് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ.
അപ്പൊ അതിനു വേണ്ടിയിട്ട് ചില പ്രോഗ്രാമുകളൊക്കെ കണ്ടെത്തണം അല്ലെ. ഡെവലപ്മെന്റ് നമ്മൾ കണ്ടായിരുന്നു, സ്റ്റാഫ് ഡെവലപ്മെന്റിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അവരുടെ സ്കില്ലും നോളജും വർദ്ധിപ്പിക്കാനുള്ള കുറെ ട്രെയിനിങ്ങും കാര്യങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇതില് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മതിയായ നല്ല നോളജ് ഉള്ള പേഴ്സണെ കണ്ടെത്തണം, അതായത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പേഴ്സൺസിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഉപയോഗപ്രദമാക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, കിട്ടിയോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡൗട്ടുകളുണ്ടോ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ? ഉണ്ടോ? നിങ്ങൾ നോക്കുമ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കെയർ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കെയറിൽ നമ്മളെ കണ്ടതാണ്. അതെല്ലാവർക്കും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ കിടന്ന് ചികിത്സിക്കുന്ന ഒരു പേഴ്സൺ ഒക്കെ ആണെങ്കിൽ എന്താണ്, അവർക്ക് അവരോടൊപ്പം തന്നെ നിന്ന് തന്നെ കെയർ ചെയ്ത് കൊടുക്കണം അല്ലെ. സ്റ്റാഫ് നേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇച്ചിരി ഡ്യൂട്ടി കൂടുതലാണ്. അതേസമയം ഇൻഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെൽഫായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആ പേഷ്യൻസിന് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അല്ലെ സ്വമേധയെ ചെയ്യാൻ പറ്റുന്ന ബാത്തിങ്ങും അല്ലെങ്കിൽ ഫീഡിങ്ങും ഒന്നും ആരുടെയും ഹെൽപ്പൊന്നും ആവശ്യമില്ല. അവർക്ക് അതൊക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അവർക്ക് ആവശ്യമായിട്ടുള്ളത് മെഡിസിൻ ഒക്കെ എങ്ങനെ കഴിക്കണം, ഏത് നേരം കഴിക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഇൻ കേസ് അവരുടെ അല്ലെ അവരെ അഡ്മിഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്തൊക്കെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതും, അതിന്റെ ബിൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അഡ്വൈസ് ചെയ്യേണ്ടത് ഒരു ഉപദേശകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് നഴ്സുമാർക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഡയറക്റ്റ് കെയറിൽ ഉണ്ടായിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ അവരുടെ ഫീഡിങ്, ട്രീറ്റ്മെന്റ്, ചലനത്തില് അല്ലെ, മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ചലനത്തില്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതില്, അല്ലെങ്കിൽ ചികിത്സയില്, അതേമാതിരി തന്നെ മരുന്നുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് ആരുടെ ആവശ്യമാണ്? നഴ്സുമാരുടെ സപ്പോർട്ട് ആവശ്യമാണ്. കാരണം സെൽഫായിട്ട് അവർക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിവുണ്ടാവും. ചിലപ്പോൾ നമുക്കറിയാം അവര് ഫിസിക്കലി പ്രോബ്ലം ആയിരിക്കും, മെന്റലി ഓക്കെ ആയിരിക്കും. ചിലര് മെന്റലി പ്രോബ്ലം ആയിരിക്കും, ഫിസിക്കലി അല്ലെ, അങ്ങനെ നേരെ റിവേഴ്സ് ഒക്കെ വരാം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പേഷ്യൻസ് ഉണ്ടാവും. ആ പേഷ്യൻസിന്റെ നിലവാരം അനുസരിച്ചിട്ട് വേണം നമ്മൾ വർക്കേഴ്സ് എത്രത്തോളം വേണം എന്നൊക്കെ തീരുമാനിക്കാൻ. ഇതാണ് ഡയറക്റ്റ് കെയറിലും ഇൻഡയറക്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ഡയറക്റ്റ് കെയറിൽ കൂടുതൽ ടൈം അല്ലെ, കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും ഓരോ ഡ്യൂട്ടിക്കുള്ള നഴ്സുമാർക്ക്. ചെയ്യുന്നുണ്ടല്ലേ. എയിം എന്ന് പറയുമ്പോൾ മുകളിലോട്ടാണ്. എയിമിലെ തേർഡ് പോയിന്റ്, മാനേജ്മെന്റ് പ്രോസസ് കോസിംഗ് ആൻഡ് efficient and effective pattern of a nursing care service in the most pregnant manner. അതായത് നമ്മളിപ്പോ കുറച്ച് എലമെന്റ്സുകളൊക്കെ കാര്യം കണ്ടു അല്ലെ. നല്ലൊരു സേവനം കാഴ്ചവെക്കണം, അങ്ങനെ അവരെ തെരഞ്ഞെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ. എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ, ചേഞ്ചബിൾ ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കണം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, നിർദ്ദേശങ്ങൾ, അതിപ്പോ ഏത് സ്ഥാപനമാണെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ എന്താണ് അവിടെ മിതമായ രീതിയിലായിരിക്കണം അല്ലെ അവര് പങ്കുവെക്കേണ്ടത്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അല്ലെ. മാനേജ്മെന്റ് പ്രോസസ് കോസിംഗ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പാറ്റേൺ എന്ന് വെച്ചാൽ കാര്യക്ഷമമായിട്ടും അല്ലെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ടും നല്ല എന്താണ് കൂടുതൽ നല്ല എഫക്റ്റീവ്നെസ്, നല്ല ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നഴ്സുമാരോട് കൂടെ നിന്ന് അല്ലെ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കണം. അവരെയൊന്നും ആ സർവീസുകളൊന്നും എന്താണ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതി ആകരുത് അല്ലെ. അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ നയിക്കുന്ന ഒരു ലീഡറായിട്ട് തന്നെ നയിക്കുന്ന ഒരു മാനേജ്മെന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എല്ലാവരും അക്സെപ്റ്റബിൾ ആകുള്ളൂ അല്ലെ, സ്വീകാര്യമാകുള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? മിതവ്യയം എന്നാണ്
ഫ്രാഗ്ന പ്ലാനർ എന്ന് പറയുന്നത്. ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. ഇതിലെ ക്വസ്റ്റ്യൻസിൽ പ്രധാനമായിട്ടും സ്റ്റാഫിങ്ങിന്റെ കാര്യത്തിൽ വരാറുണ്ട്. കൂടുതലും വരുന്നത് ഈ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇതില് വരുന്ന ഈ ഭാഗത്ത് അല്ലെ, ഇത് വ്യത്യസ്ത മേഖലകളിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഹോം മെയിൻറ്റെയിൻ ഇൻവെന്ററി ചെക്കിങ്, അല്ലെങ്കിൽ എന്താണ് ഹോം മാനേജ് നഴ്സിംഗ് ആക്ടിവിറ്റി ഇൻ ദ അബ്സെൻസ് ഓഫ് നഴ്സിംഗ് ഡയറക്ടർ. അപ്പൊ അതായത് ഡയറക്ടറുടെ അഭാവത്തിൽ ആര് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇൻവെന്ററി ചെക്ക് ചെയ്യുന്നത് ആരാണ്, സ്റ്റാഫ് നഴ്സ് ആണ്. അല്ലെങ്കിൽ ഡയറക്ടറിന്റെ അഭാവത്തിൽ ആരാണ് അത് കൈകാര്യം ചെയ്യുന്നത്, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. നിങ്ങൾക്ക് മിക്കവാറും മോക്ക് ടെസ്റ്റിലൊക്കെ ചിലതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അല്ലെ, മറ്റൊരു പേരില് നഴ്സിംഗ് സൂപ്പർവൈസറുടെ മറ്റൊരു പേരില് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ അല്ലെ കോൺഫിഡന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ആരാന്നൊക്കെ ഞാൻ ഇന്ന് ജസ്റ്റ് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതൊക്കെ തന്നെ എന്തായിരിക്കും, സ്റ്റാഫ് നഴ്സ് ആണ്. അങ്ങനെ ആ ഭാഗത്താണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ വ്യത്യസ്തമായിട്ട്, അതായത് ചിലപ്പോഴെങ്കിലും പേഷ്യൻസ് ഏതൊക്കെ രീതിയിലുള്ള പേഷ്യൻസ് എന്താ മിനിമം കെയർ അല്ലെ, സെൽഫ് കെയർ, ഫുൾ കെയർ ഒക്കെ വേണ്ടി വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവാം. വിച്ച് ടൈപ്സ് ഓഫ് പേഷ്യൻസ് ആർ ദെയർ ഇൻ എ ഹോസ്പിറ്റൽ, അതൊക്കെ കോമൺ ആയിട്ട് നാച്ചുറലി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അല്ലെ, എല്ലാ തരത്തിലുള്ള പേഷ്യൻസും അവിടെ ഉണ്ടാവാം. മിനിമം കെയറും സെൽഫ് കെയറും അല്ലെ ഫുൾ കെയർ ഒക്കെ ആവശ്യമുള്ള പേഷ്യൻസുകൾ ഉണ്ടാവാം എന്നുള്ളത്. പിന്നെ പ്രധാനമായിട്ടും അല്ലെ ഫസ്റ്റ് നോക്കുമ്പോൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ഡാഷ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ, എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അല്ലെ ലീഡർഷിപ്പ് പൊസിഷൻ ആണ്. അവിടെ പ്രധാനമായിട്ടും ലീഡർഷിപ്പ് പൊസിഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നോക്കുമ്പോൾ നമ്മൾ മീൻ ചെയ്യുന്നത്. കാരണം അവരാണ് അല്ലെ ഇതുകളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നോക്കുക. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഇസ് ഡാഷ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ് അല്ലെ, ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ് അവര് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ എന്താണ് സ്റ്റാഫിംഗിന്റെ ഉള്ള കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള ജസ്റ്റ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഐഡന്റിഫൈ ദ ടൈപ്പ് ആൻഡ് ദ എമൗണ്ട്. അതായത് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ അല്ലെ, റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. It involves the manpower planning to have the which involves the manpower planning to have the right person in the right position. അത് ആ ഒരു പ്രോസസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ്. വിച്ച് പ്രോസസ് എന്ന് ചോദിച്ചാലും അങ്ങനെ തന്നെ ആൻസർ ചെയ്യുക. ഡാഷിറ്റ് വന്നാലും നിങ്ങൾ അത് തന്നെ ആൻസർ ചെയ്യുക. പിന്നെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. എന്താ പറയുക, സ്റ്റാഫിംഗ് മീൻസ് ഡാഷ് പ്രോസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തുടർച്ചയായ പ്രോസസ് ആണ്. ഇങ്ങനെ സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നു, അതില് സെർച്ചിങ്, ചൂസിങ്, അനലൈസിങ് ആൻഡ് ക്രിയേറ്റിംഗ് അല്ലെ. അത് സെർച്ച് ചെയ്യുന്നതും തെരഞ്ഞെടുക്കുന്നതും വിലയിരുത്തുന്നതും എല്ലാം സ്റ്റാഫിങ്ങിലൂടെയാണ്. എന്നിട്ടാണ് അവര് കറക്റ്റ് ആയിട്ട് പേഴ്സൺസിനെയൊക്കെ കണ്ടെത്തുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കൂടുതലായിട്ട് എയിമൊക്കെ അങ്ങനെ ബേസിക് ആയിട്ട് തന്നെ ചോദിച്ചാലാണ് എയിമൊക്കെ വരാറുള്ളൂ. അത്രയും ഇതായിട്ടൊന്നും ചോദിക്കാറില്ല. അതിനൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഏത് ഇതാണെങ്കിലും ഏതൊരു ടോപ്പിക് ആണെങ്കിലും അതിലൊരു മൂന്നാലഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കുക. അപ്പൊ ആ 3-5 ക്വസ്റ്റ്യൻസില് ഭൂരിഭാഗം വരുന്നതും താഴേക്ക് വരുന്ന റെസ്പോൺസിബിലിറ്റി, ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് തന്നിട്ട് അത് ഏതാന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്ന സ്റ്റാഫ് ഡെവലപ്മെന്റില് ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ്, ഏതൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ട് അല്ലെ, അതിന്റെ ടൈപ്പ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, സർവീസ് എഡ്യൂക്കേഷൻ, അതില് ചിലപ്പോഴെങ്കിലും അല്ലെ ജോബിനോട് ഫെമിലാരിറ്റീസ് കാണിച്ചിരിക്കുന്ന ട്രെയിനിങ് മെത്തേഡ് ഏതാന്ന് ചോദിക്കുമ്പോൾ ഇൻഡക്ഷൻ ട്രെയിനിങ് ആണെന്നൊക്കെ ഉള്ളത്. പല ട്രെയിനിങ് മെത്തേഡ് തരുമ്പോൾ നമ്മൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് നോക്കാം. ആ ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ്ങിലാണ് അത് ചോദിക്കാറുണ്ട്. പിന്നെന്താണ്, ക്വസ്റ്റ്യൻസ് എന്ന് പറയാനെങ്കിൽ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ്. പിന്നെ പ്രധാനമായിട്ടും ആ ഒരു ഇതിലൊരു എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. അത് ചിലപ്പോഴെങ്കിലും പലപ്പോഴൊക്കെ കാണാറുണ്ട്. മറ്റു മിനിമം കോവർക്കേഴ്സ് അവർക്ക് വേണ്ട അല്ലെ, നഴ്സിംഗ് ഡയറക്ടറിന് ക്വാളിഫിക്കേഷനോടൊപ്പം ഹൗ മെനി ഇയേഴ്സ് എക്സ്പീരിയൻസ് നീഡഡ് എന്ന് ചോദിക്കാറുണ്ട്. അതും ജസ്റ്റ് നോട്ട് ചെയ്യുക. 10 years എക്സ്പീരിയൻസ് ഇൻ ഡീംഡ് ഫേംസ് അല്ലെ,
10 വർഷത്തെ ഒരു കുറയാതെ അത്രയും 10 വർഷത്തെ എക്സ്പീരിയൻസ് അത് കറക്റ്റ് ആയിട്ട് ടീമിന്റെ ക്ലാസ്സിൽ നിന്നും കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് എന്താണ് പിന്നെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറയാറുണ്ട്. ഇപ്പൊ ഏതാണ് അല്ലെ, ഹു അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. അപ്പൊ ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് നൈറ്റ് സൂപ്പർവൈസറിന്റെ റിപ്പോർട്ട് സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഓരോന്നിലും 2-3 പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടാവും. മിക്കവാറും മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ചിലപ്പോഴൊക്കെ നിങ്ങളോട് നോട്ട് ചെയ്ത് പോകണമെന്നും പറയുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും അല്ലേ? ശരിയല്ലേ? ഞാൻ നോട്ട് പറയുമ്പോ നിങ്ങൾ നോട്ട് ചെയ്യാറുണ്ടോ? അണ്ടർലൈൻ ചെയ്യാന്ന് തന്നെയാണ് കേട്ടോ ഞാൻ മീൻ ചെയ്യുന്നത്. ഇടയ്ക്കെങ്കിലും അത് ഓർത്തേക്കാം. ഓക്കെ, ആദ്യം തന്നെ നോട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള പോയിന്റ്സേ ഉള്ളൂ. ഇത് സിമ്പിൾ ചാപ്റ്റർ ആണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ ഈ ഒരു ഭാഗമാണ് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി പോകേണ്ടത്. ആ ഹൈറാർക്കിയുടെ ചിലപ്പോഴെങ്കിലും ആ ഹൈറാർക്കി തന്നെ ചോദിക്കാറുണ്ട്. അത് ഇടയ്ക്ക് അവര് ഓപ്ഷൻസ് തെറ്റിച്ച് തരാറുണ്ട്. ചിലപ്പോൾ നഴ്സിംഗ് ഡയറക്ടർ കഴിഞ്ഞിട്ട് നഴ്സിംഗ് അല്ലെ സ്റ്റാഫ് നേഴ്സ് ഒക്കെ തന്നു, അല്ലെങ്കിൽ ABCD എന്ന് കൊടുത്തിട്ട് അല്ലെ. ഇപ്പൊ ഇതിനെല്ലാത്തിനും ഒരു നമ്മൾ കറക്റ്റ് ആയിട്ടൊരു ഇത് കൊടുക്കുകയാണെങ്കിൽ ABCD എന്നൊക്കെ കൊടുത്തു കഴിയുമ്പോൾ 4 എണ്ണം കറക്റ്റ് ആയിട്ടുള്ള റോങ് ആയിട്ട് കാണിച്ചിട്ട് അത് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയാറുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഇത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അത് പറയിപ്പിക്കാറുള്ളത്. കൃത്യമായിട്ട് തന്നെ ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. അത് ഇമ്പോർട്ടന്റ് ആണ്. ഹൈറാർക്കി അത്രയൊക്കെ ഉള്ളൂ. പ്രധാനമായിട്ടും അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓക്കെ അല്ലേ? എല്ലാവരും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ ചാപ്റ്റർ അല്ലേ? നമുക്കൊന്ന് ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ എല്ലാവരും എടുത്തിട്ടിട്ടുണ്ട്. എനിക്കൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് ഇയർ ഞാൻ തന്നെയാണ്. അപ്പോ മാക്സിമം ഞാൻ തന്നെ ആയിരിക്കുള്ളൂ. അപ്പൊ എന്തായാലും അടുത്തൊരു ചാപ്റ്റർ നമുക്ക് എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. ഞാൻ അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററും ഫ്രണ്ട് ഓഫീസും തന്നെ വില്ലേജ് വേസ്റ്റ്. അത് 4 അല്ലേ ഞാൻ എടുത്തേക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ നമുക്ക് നെക്സ്റ്റ് ഇത് എടുക്കാം. എല്ലാവരുടെയും കയ്യിലെ PDF ഉണ്ടാവും അല്ലെ? നിങ്ങൾ ആ ബുക്ക് ആണെങ്കിലും ബുക്ക് എടുക്കാം. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നോക്കി പോവുക. അതെല്ലാം ആ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് നോക്കണമല്ലോ. ഇതൊക്കെ തന്നെ ഡാഷിട്ട് തന്നെ ചോദിക്കാറുണ്ട് ചിലപ്പോഴെങ്കിലും. ഡാഷ് സിപ്ലൈസ് വേറെ സർട്ടൻ ഇൻക്ലൂസീവ് സർജിക്കൽ പ്രൊസീജിയർ അല്ലെ? അവിടെ ഇൻക്ലൂസീവ് പ്രൊസീജിയർ അതാണ്. അവിടെ ചെറിയ തരത്തിലുള്ള അല്ലെ എന്തെങ്കിലും സർജിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയർ നടത്തുന്ന പ്ലേസിനെ പറയുന്ന പേരാണ് എന്തെന്ന് ഓപ്പറേഷൻ അല്ലെ? ആ ഓപ്പറേഷൻ തിയേറ്റർ എന്നത്. ചിലപ്പോഴെങ്കിലും വേറെ അതൊക്കെ ചോദിക്കാറുണ്ട്. പ്രൈസ് അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യാം. വേറെ സർട്ടൻ ഇൻക്ലൂസീവ് സർജിക്കൽ പ്രൊസീജിയർ റൂം അല്ലെ? പ്രൊസീജിയർ ആർ ഡൺ. പിന്നെ മറ്റൊരു പേര് എന്താണെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് റൂം അല്ലെ? ഓപ്പറേറ്റിംഗ് റൂം എന്നും കൂടി നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് റൂം. OT or OR അല്ലെ? What do you mean by OT or OR എന്ന് ചോദിച്ചാലും എന്താണ്? It's a operation theater or a operating room. എൻവയൺമെന്റിന് അല്ലെ ഒരു
എപ്പോഴും ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ഡാഷ് എൻവയൺമെന്റ് അല്ലെ, ജേം ഫ്രീ ആയിരിക്കണം. അതായത് അണുക്കളൊന്നും ഇല്ലാത്ത ഒരു എൻവയൺമെന്റ് ആയിരിക്കണം ഏത് റൂമിൽ ഉണ്ടായിരിക്കേണ്ടത്, ഓപ്പറേറ്റിംഗ് റൂമിൽ ഉണ്ടായിരിക്കേണ്ടത്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ, അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഒക്കെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അവിടുത്തെ വെളിച്ചത്തിന്റെ കാര്യം നോക്കാം. ഷുഡ് ബി ലൂമിനിയസ് അല്ലെ, അവിടെ നല്ല ഓപ്പറേറ്റിംഗ് റൂംസ് ഷുഡ് ബി ലൂമിനിയസ് എന്ന് പറയുമ്പോൾ നല്ല തെളിച്ചമുള്ളത് ആയിരിക്കണം. അതിന്റെ ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. അതൊക്കെ റയർ ആയിട്ടൊക്കെയാണ്, എങ്കിലും അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതിന്റെ എക്യുപ്മെന്റ്സിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തേക്കാം. എന്താണ് വിച്ച് എക്യുപ്മെന്റ്സ് ആർ ഇൻ ഓപ്പറേഷൻ റൂം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കാർഡിയക് സപ്പോർട്ട്, എമർജൻസി, റെസിസ്റ്റീവ് ഡിവൈസസ്, പേഷ്യന്റ് മോണിറ്റേഴ്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് അല്ലെ. ഇതിലേതെങ്കിലൊക്കെ ടൂൾസിന്റെ കാര്യം ഇതിലേതെങ്കിലൊക്കെ എടുത്ത് പറയുമ്പോൾ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റണം. എന്താണ് ഇതൊക്കെ ഓപ്പറേറ്റിംഗ് റൂമിൽ മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. അതേമാതിരി തന്നെ അവിടെ പ്രധാനമായിട്ടും അല്ലെ ECG നോക്കാനായിട്ടുള്ള കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ടാവും, റേഡിയോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാ കാർഡിയോഗ്രാഫേഴ്സ് മോണിറ്റർ അല്ലെ, മോണിറ്റർ ECG മെഷീൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നോട്ട് ചെയ്യാം. കാർഡിയോഗ്രാഫേഴ്സ് ആണ് ECG മെഷീൻ മോണിറ്റർ ചെയ്യുന്നത്. എക്സ്റേസ് അല്ലെ, എക്സ്റേ കണ്ടാങ്കിൽ റിക്വയർ ചെയ്യാം, അതായത് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാണ് എക്സ്റേ എടുക്കേണ്ടി വരും എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും റേഡിയോഗ്രാഫേഴ്സും ആദ്യത്തെ പ്രസന്റിൽ അവിടെ ഉണ്ടായിരിക്കണം. അവരായിരിക്കണം എക്സ്റേ എടുക്കേണ്ടത്. പിന്നെന്താ ഇവിടെ ചിലപ്പോഴെങ്കിലും ഈ ഒരു ഇത് ചോദിക്കാറുണ്ട്. തിയേറ്റർ നഴ്സ് will take care of patient throughout all 4 stages of the operation. സ്റ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മുമ്പിൽ 2 അല്ലെ 3 എന്നൊക്കെ പറയുമ്പോൾ ഡൗട്ടുകൾ ഉണ്ടാവും. ഒരു 4 സ്റ്റേജുകളിലും അവിടെ നഴ്സുമാരുണ്ടായിരിക്കും. അതായത് ഓപ്പറേഷന് മുമ്പ്, ഓപ്പറേഷന്റെ ടൈമില്, ശേഷം വീണ്ടും അല്ലെ അവരുടെ ആ ഒരു ഒബ്സർവേഷൻ ടൈമിൽ വീണ്ടും ചികിത്സ അല്ലെ. നമുക്കറിയാം പെട്ടെന്ന് തന്നെ പേര് വെട്ടിപ്പോകില്ല. അവര് ഒരു ദിവസം അല്ലെ പിന്നീടും അവരെ ചികിത്സ കഴിഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാന്ന് പറയുമ്പോഴാണ് പേര് വെട്ടി വിടുന്നത് അല്ലെ. ആ ടൈമുകളിലെല്ലാം തന്നെ അവിടെ നഴ്സുമാര് അല്ലെ അവിടെ ശുശ്രൂഷിക്കാനായിട്ട് ഉണ്ടാകും എന്നുള്ളത്. പിന്നെ ഓപ്പറേറ്റിംഗ് റൂമില് എന്താണ് റിമൂവ് ചെയ്യണമെന്ന് മസ്റ്റ് ആയിട്ട് പറയാറുള്ളത് ജ്വല്ലറി ഐറ്റംസ് അല്ലേ. ഓൾ ജ്വല്ലറി ഐറ്റംസ് റിമൂവ്. അത് ചിലപ്പോഴൊക്കെ ഉണ്ടാവില്ല. ഇവിടെ ഒരു ഡയറ്ററി മെഷീൻ ടു കൺട്രോൾ ബ്ലീഡിംഗ് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് വിച്ച് മെഷീൻ യൂസ്ഡ് ഫോർ ബ്ലീഡിംഗ് കൺട്രോൾ അല്ലെ. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഡയറ്ററി മെഷീൻ ആണ് ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഈ ഒരു ബ്രീത്തിങ് മെഷീൻ എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യേണ്ടത് അല്ലെ, എവിടെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട് അല്ലെ. ഡാഷ് സ്റ്റാൻഡ്സ് ക്ലോസ് ടു ദ ഹെഡ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ട്യൂബിൾ. ഓപ്പറേറ്റിംഗ് ട്യൂബിളിനോട് ചേർന്ന് സ്ഥാപിക്കേണ്ട മെഷീൻ വിച്ച് മെഷീൻ സ്റ്റാൻഡ്സ് ക്ലോസ് ടു ദ ഹെഡ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ട്യൂബിൾ. അത് ഏത് മെഷീനാണ് ചോദിക്കുമ്പോൾ വെന്റിലേറ്റർ ഓർ ബ്രീത്തിങ് മെഷീൻ.
അല്ലെ? നമുക്കറിയാം പേഷ്യൻസിന് ഓപ്പറേഷന്റെ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാമെന്ന് മുൻകൂട്ടി ഗസ് ചെയ്തുകൊണ്ട് അവിടെ എന്താണ് വെന്റിലേറ്റർ മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ? അത് ജസ്റ്റ് നോട്ട് ചെയ്യാം. വെന്റിലേറ്റർ ഓർ ബ്രീത്തിങ് മെഷീൻ അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഇതില് പ്രധാനമായിട്ടും ചില പ്രത്യേകതകൾ ഈ ടേബിളിലുണ്ട് അല്ലെ? ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ സെന്റർ ചിലപ്പോഴെങ്കിലും ടേബിളിന്റെ പ്രത്യേകതകൾ ചോദിക്കാറുണ്ട്. ഷുഡ് ബി ഏബിൾ ടു റേസ് ലോവർ ആൻഡ് ട്വിൽറ്റ് ഇൻ എനി ഡയറക്ഷൻ. അത് അതിന്റെ പ്രത്യേകതകൾ എന്താണ്? ആ ടേബിള് റേസ് ചെയ്യാൻ സാധിക്കും അല്ലെ? മുകളിലേക്ക് ഉയർത്താനും താഴ്ത്താനും ചരിക്കാനും ഏത് ഡയറക്ഷനിലേക്കും അത് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ടേബിൾ ആണ് സെൻട്രൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് അല്ലെ ഓപ്പറേറ്റിംഗ് ടേബിൾ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോഴെങ്കിലും. അതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. പിന്നെ സോണിങ് അല്ലെ, അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഹൗ മെനി സോൺസ് അല്ലെ? സോണുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു 4 സോണുകളുണ്ട്. പ്രൊട്ടക്റ്റീവ് സോണ്, ക്ലീൻ സോണ്, സ്റ്റെറൈൽ സോണ്, ഡിസ്പോസൽ സോണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ പല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. റിക്കവറി റൂം, അത് സെറ്റ് അല്ലെ? അത് എന്തിന്റെ അണ്ടറിലാണ്? വിച്ച് സോണിന്റെ അണ്ടറിലാണ് അല്ലെ? ഏത് സോണിന്റെ അണ്ടറിലാണ് റിക്കവറി റൂം വരുന്നത്, അല്ലെങ്കിൽ സ്ക്രബ് റൂം വരുന്നത്, അല്ലെങ്കിൽ ചേഞ്ചിങ് റൂം വരുന്നത്? അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് തന്നെ ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഓരോ സോണിന്റെയും കീഴിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. മിക്കപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ടേബിളിൽ നിന്ന്. ചിലപ്പോഴൊക്കെ നേരിട്ട് തരും അല്ലെ? അത് ഇപ്പോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ അല്ലെ? സ്റ്റെറൈൽ അസെപ്റ്റിക് സോണില് പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾക്ക് അതിന്റെ അണ്ടറിൽ വരുന്നത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമാണ് പെടാത്തത് ഏതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ സോൺ, ആ ടേബിൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. TSU എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓപ്പറേറ്റിംഗ് അതേമാതിരി തന്നെ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് അല്ലെ? അധികം ക്വസ്റ്റ്യൻസ് കാണാറില്ല. ഇവിടെ വരുന്നത് പിന്നെ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ്, ഹൈബ്രിഡ്. അതേമാതിരി തന്നെ ഈ ഇന്റഗ്രേറ്റഡില് അല്ലെ, അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? സർജിക്കൽ ലൈൻസ്, റൂമോസൽ ലൈൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ? ആ ഒരു ഇതുകള്. ഹൈബ്രിഡിനാണെങ്കിൽ നമുക്കറിയാം ഡയഗ്നോസിസ് ചെയ്യാനായിട്ടുള്ള മെഷീൻസും കാര്യങ്ങളും അല്ലെ? CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ്, ഇത്തരത്തിലുള്ള അതും കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്ന തിയേറ്ററുകളാണ് എന്ത്? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ നോക്കാം. സർജിക്കൽ തിയേറ്റർ ദാറ്റ് ഇസ് എക്യുപ്ഡ് വിത്ത് മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ് അല്ലെ? അപ്പൊ വിച്ച് സർജിക്കൽ തിയേറ്റർ ദാറ്റ് ഈസ് റിക്വയർഡ് വിത്ത്, അങ്ങനെ എന്നിട്ട് ചോദിക്കുമ്പോഴും ഡാഷിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് ചോദിക്കുമ്പോഴും അത് മസ്റ്റായിട്ട് നോട്ട് ചെയ്യാം. അപ്പൊ ഈ ടൈപ്പുകളില് മിക്കവാറും ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ ആണ് കണ്ടുവരാറുള്ളത്. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ 3 തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ചിലപ്പോഴെങ്കിലും നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു മറ്റ് ചാപ്റ്റേഴ്സിലും ഉള്ളതാണ്. എന്താണ് CT ന്റെ ഫുൾ ഫോം, MRIയുടെ ഫുൾ ഫോമുകളൊക്കെ ഉണ്ടാവും ചിലപ്പോഴെങ്കിലും അല്ലെ? അത് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി, മാഗ്നറ്റിക് റെസൊണൻസ് അല്ലെ, ഇമേജിംഗ് ഒക്കെ കളർ ഫസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാം.
പിന്നെ അങ്ങനെ വരുമ്പോൾ അതിൽ പെടുത്തുന്ന വരാറില്ല. പിന്നെയും റെസ്പോൺസിബിലിറ്റീസില് ചിലപ്പോഴൊക്കെ എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഡിഫിബ്രിലേറ്റർ അത് നമ്മുടെ ഇതല്ലേ നമ്മള് പറഞ്ഞ മാതിരി ആദ്യ CPR അല്ലേ, നമുക്ക് എന്തെങ്കിലും അല്ലേ നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥയിൽ നമ്മൾ ശ്വാസം കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. അത് ആണ് നമ്മൾ CPR കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇതൊരു മെഷീന്റെ സഹായത്തോട് കൂടിയിട്ട്. അപ്പൊ ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്ന ആ മെഷീന്റെ സഹായം എന്ന് പറയുന്നത് അത് ആ മെഷീൻ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അതൊരു ഇലക്ട്രിക് ആണ്. അത് ജസ്റ്റ് ഒന്ന് അതിനോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ അല്ലെ ഞരമ്പിലൂടെ ഒരു ഇലക്ട്രിക് പ്രവാഹം വരുത്തുകയും നമുക്ക് അല്ലെ ശ്വാസം എടുക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. ആ ഒരു അല്ലെ ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയിൽ നമ്മൾ CPR കൊടുക്കുന്നതിന് പകരം മെഷീന്റെ സഹായത്തോടു കൂടി ആ മെഷീന്റെ പേരാണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഡിഫിബ്രിലേറ്റർ പ്രസ് ചെയ്യുന്നത് ആ പ്രസ് ചെയ്യുമ്പോഴാണ് എന്താണ് അവിടെ ആ ഞരമ്പിലൂടെ വൈദ്യുതി പ്രവാഹം വന്ന അവർക്ക് ശ്വാസം ജസ്റ്റ് ഒരു ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു ആ പേഷ്യന്റിന് സാധിക്കും. പിന്നെ അതിനുശേഷം ഡോക്ടേഴ്സിന് അല്ലെ മറ്റു മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. ആ ഒരു മെഷീന്റെ പേരാണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. നമ്മളെ എക്യുപ്മെന്റിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ടാവും അല്ലെ. Okay, cardiac control with the defibrillator has to be readily available. പക്ഷെ അവിടെ നമ്മൾ പെട്ടെന്ന് ശ്വാസം നനച്ചു പോകുന്ന അവസ്ഥയിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീന്റെ പേരാണ് ഡിഫിബ്രിലേറ്റർ. ഡയതെർമി എന്താണെന്ന് ഞാൻ പറഞ്ഞ ഇപ്പൊ തന്നെ പഠിച്ചു പോകാട്ടോ. ഡയതെർമി മെഷീൻ എന്താന്ന് പറഞ്ഞ ബ്ലഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഡിഫിബ്രിലേറ്റർ. പക്ഷെ ഞാനിപ്പോ ചോദിച്ചത് ഡയതെർമി മെഷീനാണ്. അത് ബ്ലീഡിനെ കൺട്രോൾ ചെയ്യും, ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, അത് മാറിപ്പോവരുത്. ഡിഫിബ്രിലേറ്റർ എന്ന് പറയുമ്പോൾ അല്ലെ അതിന് അതുമായി ബന്ധപ്പെട്ട് ബ്രീത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഡയതെർമി മെഷീൻ. ഓക്കെ, തന്നെ ഇവിടെ റിക്കവറി റൂമില് ഒരു കാര്യം ചോദിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അല്ലെ, പേഷ്യൻസിന്റെ ഒബ്സർവേഷൻ ടൈം എവറി 50 മിനിറ്റ്സ് അല്ലെ, ഓരോ 15 മിനിറ്റും കൂടുമ്പോഴും അവര് ഇങ്ങനെ വാച്ച് ചെയ്യണം അല്ലെ. റിക്കവറി റൂമിലുള്ള പേഷ്യന്റിനെ ഓരോ 50 മിനിറ്റ്സ് കൂടുമ്പോഴും എന്താണ് വാച്ച് ചെയ്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും മാറ്റങ്ങളോ ബ്ലീഡിങ്ങോ എന്തെങ്കിലോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് അത് മാറിപ്പോകുന്നുണ്ടോ, കോൺഷ്യസ് അല്ലെ ബോധം വീണ്ടെടുക്കുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ മിനിറ്റ്സ് പ്രധാനപ്പെട്ടതാണ്. എവറി 15 മിനിറ്റ്സ്. ഇവിടെ പിന്നെ റെസ്പോൺസിബിലിറ്റി അല്ലെ, may also be responsible for managing and training new clerical within the operating room department. പുതിയ ക്ലറിക്കൽ സ്റ്റാഫ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരായ വ്യക്തി ആരാന്ന് ചോദിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. ആ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്യാം. Executive Secretary may also be responsible for managing and training new clerical within the operating room department. Okay, clear ആണോ? ഓപ്പറേഷൻ തിയേറ്റർ ആണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? കാൽഷ്യം പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രതീക്ഷിക്കേണ്ടി വരുന്നത്. 4 or 5 അല്ലെ. പ്രധാനമായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് പൊതുവെ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ക്ലിയർ ആണോ? ഓപ്പറേഷൻ തിയേറ്റർ നിങ്ങൾക്ക് എല്ലാ മെസ്സേജ് അല്ല, നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻഫോം ചെയ്യും. കൃത്യമായിട്ട് തന്നെ ഓരോരോ അല്ലെ, കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് തരും.
ഞങ്ങൾക്ക് അറിയാവുന്ന അല്ലെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ്, അതായത് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും മാക്സിമം പ്രതീക്ഷിക്കാവുന്ന മാർക്കുകൾ, മാക്സിമം എത്രയാണ് ടോട്ടൽ മാർക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മിക്കവാറും എനിക്ക് തോന്നുന്ന ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാകും. നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അവർ അറിയിക്കും, ഏത് സമയത്താണ് എക്സാം കാര്യങ്ങൾ. അതിലും മാർക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് പറയും. മാനേജ്മെന്റ് കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ആണല്ലോ അല്ലെ? അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോകാം. അതിൽ നമുക്ക് ഏതാണ് എടുക്കേണ്ടത്? ഫ്രണ്ട് ഓഫീസിൽ ക്രോസ് വില്ലേജ് വേസ്റ്റ് എടുത്തു നോക്കാം. ഫ്രണ്ട് ഓഫീസ് ആവട്ടെ, ഫ്രണ്ട് ഓഫീസ് ഫ്രണ്ട് ഓഫീസ് നോക്കാം. ഫ്രണ്ട് ഓഫീസ് എന്താന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഒരു റിസപ്ഷനിസ്റ്റിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ ഓരോ പോയിന്റ്സും ജസ്റ്റ് ആരാണെന്നുള്ളത് എന്നുള്ള ഒരു ചോദ്യത്തിൽ തന്നെയായിരിക്കും മിക്ക ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, ഫസ്റ്റ് സെന്റൻസ് തന്നെ നോക്കാം. Who is an inevitable part of a well-functioning healthcare team? ഹെൽത്ത് കെയർ ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകം എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വം ആരുടെയാണ് അല്ലെ? ആരാണ്? റിസപ്ഷനിസ്റ്റ് അല്ലെ? ഒരു റിസപ്ഷനിസ്റ്റിനെയാണ് ഇൻവിറ്റബിൾ പാർട്ട് ഓഫ് എ വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്തൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇതിന് എന്താണ് അവരുടെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അതില് അതേമാതിരി ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോ കാണാറുള്ളത് ഇതാണ്: വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഡയറക്ട്ലി മേക്സ് കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ് അല്ലെ? പേഷ്യന്റിനോട് ഫസ്റ്റ് അറൈവ്, ആദ്യം തന്നെ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അല്ലെ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറക്റ്റ് ആയിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏത്? അത് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലെ? ആദ്യം തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. അതേമാതിരി തന്നെ സെൻട്രൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ പോയിന്റ് അല്ലെ? ഇറ്റ് ഫങ്ഷൻ ആസ് എ സെൻട്രൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അക്രോസ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ സെൻട്രൽ പോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റും ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഇവിടെ കസ്റ്റമർ എന്താണ് മീൻ ചെയ്യുന്നത് അതൊക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. കസ്റ്റമർ മീനിങ് ഹാബിറ്റ് അല്ലെ? ഹാബിറ്റ് എന്ന് മീൻ ചെയ്യുന്നു. വേർഡ് ഡെറൈവ് ചെയ്തിരിക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ ഉണ്ട്. കസ്റ്റം എന്നുള്ള ഇതിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. എന്താണ് അല്ലെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്? കസ്റ്റമേഴ്സ് എക്സ്പെക്ടേഷൻ എന്തിനെയൊക്കെ അല്ലെ ഏതൊക്കെ പ്രചോദനത്താലാണ് കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻ വരുന്നത്? ബിസിനസ് ലാംഗ്വേജ് ആണ് ഇതില് മൊത്തം അല്ലെ? ഒരു കസ്റ്റമർ മീൻസ് എന്നൊക്കെ ഉള്ളതൊക്കെ ബിസിനസ് ലാംഗ്വേജ് ടേംസിലാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ലാംഗ്വേജിൽ തന്നെ നിങ്ങൾ അതിന്റെ മീനിങ് കണ്ടെത്തുക അല്ലെ? കൾച്ചർ എന്തൊക്കെ വാല്യൂസ് ആണ് ഒരു കസ്റ്റമർ പ്രതീക്ഷിക്കുന്നത്? ഒരു കസ്റ്റമർ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ? ഒരു ഷോപ്പിൽ നിന്നൊരു സാധനം നമ്മൾ മേടിക്കാനായിട്ട് പോകുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യത്തിന്റെ പുറത്തിലാണ് അല്ലെ? ഓരോ കസ്റ്റമറും ഓരോ മേടിക്കാൻ പോകുന്ന ഓരോ കസ്റ്റമറും അവർ ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് സാംസ്കാരികമായിട്ടുള്ള എന്തെങ്കിലും വാല്യൂ അല്ലെ? എല്ലാവരുടെ മുമ്പില് നല്ലൊരു ഡ്രസ്സ് വെയർ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ഒരു കൾച്ചർ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും
ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് വിപണി നോക്കിയിട്ടായിരിക്കും, വിപണിയിൽ സുലഭമായ റേറ്റ് കുറവായിരിക്കും എന്ന് ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും പോണത്. അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻസ്, മറ്റാരെങ്കിലൊക്കെ അല്ലെ ആശയവിനിമയം നടത്തിയിട്ട് നല്ല സാധനമാണ് അവിടെ സെയിൽ ചെയ്യണേന്നൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അവർ മേടിക്കാൻ പോകുന്നത്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻഫ്ലുവൻസസ് അല്ലെ പ്രചോദനങ്ങൾ കസ്റ്റമേഴ്സിൽ ഉണ്ടാകാം. അപ്പൊ അത്തരം ഓപ്ഷൻസുകൾ വരാറുണ്ട്, കാണാറുണ്ട്. ചിലപ്പോൾ അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, കൾച്ചറൽ വാല്യൂസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കസ്റ്റമർ സർവീസ്, കസ്റ്റമർ സർവീസിന്റെ അനദർ നെയിം ക്ലയന്റ് സർവീസ്, അത് ജസ്റ്റ് നോട്ട് ചെയ്യാം. കസ്റ്റമർ സർവീസ് ഒക്കെ ആരാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്? Can be given by salesman or hospital executives. അതേമാതിരി തന്നെ ഓൾസോ ഓട്ടോമാറ്റിക് ഇന്റർനെറ്റ് സർവീസുകൾ, അതൊന്നും നോട്ട് ചെയ്യാം. മെഡിക്കൽ ഫെസിലിറ്റി പകർന്നു കൊടുക്കുന്ന ഫസ്റ്റ് പേഴ്സൺ ആരാന്ന് ചോദിച്ചാലും മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ് അല്ലെ. ഈസ് ഓവൻ ദ ഫസ്റ്റ് പേഴ്സൺ വിത്ത് whom patient has with the medical facility. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ ഹോസ്പിറ്റലിൽ ഉള്ളത് എന്ന് ഇൻഫോം ചെയ്ത് കൊടുക്കുന്നത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. അദ്ദേഹം തന്നെയാണ് പേഷ്യന്റിനോട് ഫസ്റ്റ്ലി അവർക്ക് ഇൻഫോം ചെയ്യുന്നത്. പിന്നെ CRM എന്താണുള്ളത്? CRM അല്ലെ, ആ വേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. എന്താണ് CRM എന്ന് പറയുന്നത്? എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്, അതൊക്കെ നോട്ട് ചെയ്യാം. CRM is a dash അല്ലെ, എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ CRMത്തിന്റെ ചിലപ്പോഴൊക്കെ അല്ലെ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എററുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു, മെഡിക്കൽ ബില്ലൊക്കെ നന്നായിട്ട് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒന്നിച്ച് നിൽക്കാനായിട്ട് സാധിക്കുന്നു. എന്ന് പറയുന്നത് എന്താണ്? അല്ലെ ഓഫീസ്, it's also connective front office and back office functions. Dash is also connected അല്ലെ, dash connective front office and back office function. അപ്പൊ എന്താണത്? CRM ആണ് അല്ലെ, അതായിട്ട് ഒന്നിച്ച് കണക്ട് ചെയ്തിട്ട് നമുക്കറിയാം CRM കൊടുക്കുന്ന വിവരങ്ങളുടെ ബേസിലാണ് എവിടെയും ഈ പേഴ്സന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ ഒരു ഇതായിട്ട് പോകുന്നത്. ചിലപ്പോ ഹോസ്പിറ്റലിന്റെ മുന്നിൽ തന്നെയാണ് ചിലപ്പോൾ സേവനങ്ങൾ നേടിയെടുത്ത് പോകുന്നത്. ചിലപ്പോൾ ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് വന്നിട്ട് ജസ്റ്റ് സേവനം കാഴ്ചവെച്ചിട്ട് പോകുന്നുണ്ടാവും. പക്ഷെ ഇൻപേഷ്യന്റ് ആയിട്ട് വന്ന് കിടന്ന് ചികിത്സിച്ച് അല്ലെ പല കാര്യങ്ങളൊക്കെ നേടി അവരുടെ ആ ഓഫീസിലെ എല്ലാ ബാക്ക്വേഡ് അല്ലെ എല്ലാ തരത്തിലുള്ള ഓഫീസ് ഫംഗ്ഷനുകളിലേക്കും അദ്ദേഹം പോയിട്ടായിരിക്കും ചിലപ്പോ അവരുടെ സേവനങ്ങൾ കാഴ്ചവെക്കുന്നത് അല്ലെ നേടിയെടുക്കുന്നത്. But it's also connected front office and the back office functions. എന്താണ് അതിൽ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ പോയിന്റ് നോട്ട് ചെയ്യാൻ പറഞ്ഞോളൂ. Dash are influenced by cultural values advertising. ഇങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. Dash are influenced by cultural values advertising, marketing and other communications. ഇപ്പോ വിത്ത് സപ്ലയർ വിത്ത് അതർ സോഴ്സസ്, അതായത് നമുക്കറിയാം കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻസ് അവര് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അതേമാതിരി തന്നെ അല്ലെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാന്നുള്ള രീതിയിലും ചോദ്യം വരാറുണ്ട്.
മെയിൻ ഗോൾ എന്ന് പറഞ്ഞുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്. നെക്സ്റ്റ് എന്താണ് നമ്മുടെ വ്യത്യസ്ത തരത്തിലുള്ള functions of a front office hospital, registration, information, cash collection, information or inquiry handling, report making. Okay. അപ്പൊ ഇതിലൊക്കെ ഇതിൽ ഇൻഫോർമേഷൻ ഇതിൽ പെടാത്തത് അല്ലെ ഏതാണ് അല്ലെങ്കിൽ പെടുന്നത് ഏതാന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻസ് റയറായിട്ടൊക്കെ കാണാറുണ്ട്. അപ്പൊ താരിഫും സീനിയർ സിറ്റിസൺ ക്ലബും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻഫോർമേഷൻ ടു ലിസ്റ്റിൽ പെടുന്നതാണ്. അതേമാതിരി തന്നെ ബില്ലിങ്ങും അഡ്മിഷനും കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ ലിസ്റ്റിൽ അല്ലെ ഇത് ഫ്രണ്ട് ഓഫീസിന്റെ ആ രജിസ്ട്രേഷന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ആ പോയിന്റ്സുകൾ നമ്മൾ നേരത്തെ ആ ഒരു സോണ് തിരിച്ചിട്ട് അതിൽ പെടുന്നത് ഏത് ഇതിൽ പെടുന്നതെന്ന് ഏതാണെന്ന് ചോദിക്കുന്ന മാതിരി ചിലപ്പോഴെങ്കിലും റയറായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇൻഫോർമേഷനിൽ പെടാത്തത് ഏത് പെടുന്നത് ഏത് എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് നോക്കുക. ഏറ്റവും കൂടുതൽ ലീവ് വരുന്നത് എന്തുകൊണ്ടാണ്? അതോടൊപ്പം ഡിസ്കർട്ടിയസ് സർവീസ്, അവരുടെ പെരുമാറ്റ രീതി കൊണ്ട് അല്ലെ അവരുടെ നല്ല രീതിയിലല്ലാത്ത പെരുമാറ്റ രീതി കൊണ്ടാണ് കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് ലീവായി പോകുന്നത് എന്നുള്ള കാര്യം. പിന്നെ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ മറ്റേ സിറ്റിയിലൊക്കെ പറഞ്ഞിരുന്ന എംആർഐയുടെ ഫുൾ ഫോം എന്താണ്, സീറ്റിന്റെ ഫുൾ ഫോം എന്താണെന്ന് അതൊക്കെ തന്നെ ഇതിലുമുണ്ട്. ECG, എക്കോ എന്നുള്ളതിന്റെയൊക്കെ ഫുൾ ഫോമുകളെല്ലാം നോട്ട് ചെയ്ത് പോവുക. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, മെയിൻ ഗോള്. അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് നല്ല സാറ്റിസ്ഫാക്ഷൻ ഫേസോട് കൂടിയിട്ട് പോകുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ ഗോൾ അല്ലെ ലക്ഷ്യം. അതേസമയം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും അത് തന്നെയാണ്. യുവർ മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് ലീവ് വിത്ത് സ്മൈൽ ഓർ സാറ്റിസ്ഫാക്ഷൻ ഓൺ ദിയർ ഫേസ് ആൻഡ് ഫീലിംഗ് ഓഫ് have been well taken care of by you and your employees and colleges. അവിടെയുള്ള സഹപ്രവർത്തകരുടെ ഇടയിൽ നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് ലീവായി പോവുക അല്ലെ അവിടെ നിന്ന് വിട്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. പിന്നെ ഇതിന്റെ റോളുകളും മസ്റ്റായിട്ട് നോക്കുക. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്, റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. അതില് 3 എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ കോർഡിനേറ്റ് വിത്ത് കൺസേൺ ഡിപ്പാർട്ട്മെന്റ്, അത് വിച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇതാണെന്ന് ചോദിക്കും അല്ലെ. അപ്പൊ ഈ 3 ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ആണെന്ന് കറക്റ്റ് ആയിട്ട് നോക്കാം. കാരണം ഓപ്ഷനിൽ 3 ഡിപ്പാർട്ട്മെന്റും ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നോക്കാം. വിച്ച് ഡിപ്പാർട്ട്മെന്റിന്നോ അല്ലെങ്കിൽ അല്ലെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് വരുന്നത് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക. റിപ്പോർട്ട് ഡെസ്പാച്ചില് എപ്പോഴും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. അവിടെ റിപ്പോർട്ടുകൾ സ്റ്റോർ ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക അല്ലെ, മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് തന്നെ റിസീവ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ചെക്ക് ഡെസ്കിലാണെങ്കിൽ നമുക്കറിയാം ചെക്കപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ദെൻ എന്താണ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിലാണ് നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കൊടുക്കുന്നത് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിലാണ്. അവിടെ എത്ര ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നും ഏത് തരത്തിലുള്ള ഡോക്ടേഴ്സ് ആണ് സേവനമെന്നും എല്ലാ കാര്യങ്ങളും അതൊക്കെ എവിടെയാണ് കേന്ദ്രീകരിക്കുന്നത്? ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. അപ്പൊ ഈ പോയിന്റ്സുകളും മസ്റ്റായിട്ട് നിങ്ങൾ ഏതൊരു രീതിയിലായതുകൊണ്ട് തന്നെ മിക്കവാറും ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. മോക്ക് ടെസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്ക് അണ്ടർ അല്ലെ ടേംസ് അണ്ടർ ഹെൽത്ത് ചെക്ക് ഡെസ്കിലാണ്. വിച്ച് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ് അല്ലെ. അത് റിപ്പോർട്ടുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? റിപ്പോർട്ട് ഡെസ്പാച്ച് ഡെസ്ക്. നമുക്ക് ചോദിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചെക്കപ്പുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ
പിന്നെ ടൈമിങ് അല്ലെ, ഇതൊരു സർവീസ് എന്ന് പറയുന്നത് നമുക്കറിയാം 24 hours സർവീസ് ആണ് അവർ കാഴ്ചവെക്കുന്നത്. 3 ഷിഫ്റ്റുകളാണ് അല്ലെ. അതും നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, അത് സിമ്പിൾ ആണ്. പക്ഷെ ജസ്റ്റ് നോട്ട് ചെയ്യുക. എന്താണ് സ്റ്റാഫ് വർക്കിംഗ് അവേഴ്സ് എന്നുള്ളത് 24 hours ഉണ്ട്. അവിടെ സ്റ്റാഫ് വർക്കിംഗ് അവേഴ്സ് അല്ല, ഹോസ്പിറ്റലിന്റെ വർക്കിംഗ് അവേഴ്സ് 25 hours ആണ്. സ്റ്റാഫുകളുടെ വർക്കിംഗ് ഷിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഷിഫ്റ്റ് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ എക്സിക്യൂട്ടീവിന്റെ കാര്യമാണ്. അവരുടെ ഡ്യൂട്ടിയിലും ഏതെങ്കിലുമൊക്കെ ഡ്യൂട്ടി ചോദിക്കാറുണ്ട് അല്ലെ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, PHI സ്റ്റാൻഡ്സ് ഫോർ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ ഉണ്ട്. അത് നോട്ട് ചെയ്യാം. പിന്നെ ഇതേമാതിരി തന്നെ സ്കില്ലുകളുടെ കാര്യത്തിൽ നമുക്കെല്ലാം വായിക്കുമ്പോൾ തന്നെ അറിയാം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇൻഫോർമേഷൻ സ്കില്ല്, പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ, അങ്ങനെ വ്യത്യസ്ത സ്കില്ലുകളൊക്കെ ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട സ്കിൽ ഏതാന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ അത് ഓർത്ത് വെക്കാം. അഡാപ്റ്റബിലിറ്റി അല്ലെ, അഡാപ്റ്റബിലിറ്റി എന്ന സ്കില്ലാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു അപ്രോച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന സ്കില്ല്. അതേമാതിരി ബാക്കിയുള്ള സ്കില്ലുകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള ഓപ്ഷൻസ് വരുമ്പോൾ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫ്രണ്ട് ഓഫീസ് ഇതേമാതിരി ഇവിടെയും ഉണ്ട് കേട്ടോ, കുറച്ച് വ്യത്യസ്ത വർക്കുകൾ ഉണ്ട് അല്ലെ. ഹോസ്പിറ്റൽ ഇതുണ്ട്, പിന്നെ സ്മോളർ ഓഫീസർ, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്, റെസ്പോൺസിബിൾ ഫോർ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. ലാർജ് ഓഫീസ് ആണെങ്കിൽ ഉണ്ട് എല്ലാ റോളുകളും അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ആ ഡ്യൂട്ടികൾ മാത്രം ചെയ്യേണ്ടി വരികയുള്ളൂ. ഈ പൊസിഷൻ ഒന്ന് നോട്ട് ചെയ്യുക. ദ പൊസിഷൻ ഈസ് റെഫേർഡ് ടു ആസ് അല്ലെ, വ്യത്യസ്ത പേരുകളിലാണ് നമുക്ക് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി കിട്ടുക. മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ. ആ പേരുകൾ നോട്ട് ചെയ്യാം. കിട്ടിയോ? എങ്ങനെ ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ക്ലിയർ ആണോ ഫ്രണ്ട് ഓഫീസർ? എന്തെങ്കിലൊക്കെ ഐഡിയകൾ കിട്ടിയോ? ഇനി വായിച്ചു നോക്കുമ്പോഴൊക്കെ ബോറടിക്കുവോ? മൂന്നെണ്ണം നമ്മൾ ഒന്ന് കവർ ചെയ്തു. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്, അതേമാതിരി തന്നെ ഫ്രണ്ട് ഓഫീസ്, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ അവിടെ ഇല്ലേ? ഡൗട്ടുകളില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എടുക്കാം.
മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റില് നമുക്കറിയാം അല്ലെ, അവിടുത്തെ ഹോസ്പിറ്റലിലെ വേസ്റ്റ് കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പഴയ പ്രധാനമായിട്ടും വ്യത്യസ്ത തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം അറിയാം അല്ലെ. ഒരു 7 ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട്. അത് എത്ര ടൈപ്സ് എന്നൊക്കെ ഉള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഹസാർഡ് വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. അത് ഡേഞ്ചറസ് ആയതുകൊണ്ടാണ് അല്ലെ. ചിലപ്പോഴെങ്കിലും അത് എന്തുകൊണ്ടാണ് അല്ലെ കൂടുതലായിട്ട് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോ ഹസാർഡ് വേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ഉണ്ടാവാം. ഇപ്പൊ നമുക്കറിയാം അല്ലെ, ചിലപ്പോഴെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ കെമിക്കലൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആ വേസ്റ്റ് ഒക്കെ നമുക്കറിയാം അത് ഹസാർഡ് അല്ലെ, ഒരു ഡേഞ്ചറസ് ആണ്. അത്തരത്തിലുള്ള വേസ്റ്റുകളെയാണ് ഹസാർഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. വലിയ കുഴപ്പമില്ലാത്ത വേസ്റ്റുകൾ, വാട്ടർ, ഓയിൽ അങ്ങനത്തെയൊക്കെ നമുക്കറിയാം. അതൊന്നും വലിയ അല്ലെ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാത്തതാണ്. പിന്നെ എവിടെയൊക്കെ വേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഹോസ്പിറ്റലിൽ എവിടെയൊക്കെ വേസ്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നമ്മൾ അതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ അങ്ങനെ പ്രധാനമായിട്ടും വലിയ എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുക ചിലപ്പോഴെങ്കിലും അല്ലെ. that എന്താണ് any material, any items or a material that has spilled or leaked from its designated container or place is referred to as spillage waste. Spillage waste എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോട്ട് ചെയ്യാം. പിന്നെ ഏതൊക്കെയാ തരത്തിലുള്ള ഇതുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട റിസ്കുകളൊക്കെ സോഴ്സസ് അതൊക്കെ കോമൺ ആയിട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കറിയാം. നല്ല അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മിക്കപ്പോഴും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുള്ളൂ അല്ലെ. എല്ലാം കൂടി തന്നിട്ട് ഇതിൽ പെടുന്നത് പെടാത്തത് അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബോവ് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കാണാറുള്ളത്. അതൊക്കെ ജസ്റ്റ് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. കെമിക്കൽ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒരു കെമിക്കൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സ്കിൻ ഇറിറ്റേഷൻ, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെയാണ് കെമിക്കൽ എക്സ്പോഷർ കൊണ്ട് വരുന്നത് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഡാഷ് ലീഡ് ടു സ്കിൻ ഇറിറ്റേഷൻ, റെസ്പിറേറ്ററി പ്രോബ്ലംസ് എന്നൊക്കെ പറയുമ്പോൾ താഴെ നമുക്ക് തരുന്ന ഓപ്ഷനിൽ കെമിക്കൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം അതുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത്. മിക്കവാറും മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടുത്തി തന്നെ പോയിട്ടുണ്ട്. കാരണം കുറച്ച് പതിയെ പതിയെ എടുത്ത് പോയത് മിക്കവാറും പോയിന്റ്സുകൾ അതുകൊണ്ട് അതാത് തന്നെ പോയിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും കാണാറുള്ളത് trash waste can come from several sources in hospital. then എന്താണ് പ്രധാനമായിട്ട് അല്ലെ, പ്രധാനപ്പെട്ട ഒരു വേസ്റ്റിന് ചോദിക്കും ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഒരു വേസ്റ്റിന് ചോദിക്കുകയാണെങ്കിൽ ലീക്കേജ് വേസ്റ്റ് അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് ആണ് ഒരു പ്രധാനപ്പെട്ട വേസ്റ്റേജ്. ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് വേസ്റ്റ് ആണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് വേസ്റ്റ് ആണ് സ്പില്ലേജ് വേസ്റ്റ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് നോക്കാം. അത് ഇവിടെ ആ ഒരു സെന്റൻസ് അവിടെ കിടപ്പുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാം. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. എന്താണ് ഓരോന്നിനും ചിലപ്പോഴെങ്കിലും എന്താണ് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ അവർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സൊല്യൂഷന്റെ പേരുകൾ ചിലതിൽ നമുക്കറിയാം ഹൈഡ്രോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്, ചിലതിൽ വേറെ സൊല്യൂഷൻ അല്ലെ. ഏത് സൊല്യൂഷനാണ് അതിനുപയോഗിക്കാൻ പറയുന്നതെന്ന് ചിലപ്പോഴെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പൊ ആ സൊല്യൂഷൻസിന്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം, അത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ എന്നുള്ളത് നോക്കാം. അതേമാതിരി തന്നെ ചില കേസുകളിലൊക്കെ ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെ വെക്കേറ്റ് ദ ഏരിയ ആയിരിക്കും. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്നുള്ളത് നമുക്കറിയാം. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ അത് മൈനർ ആണോ മേജർ ആണോ എന്ന് നോട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇത് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കാണിക്കുമ്പോൾ ആ സ്റ്റെപ്പ് നോട്ട് ചെയ്ത് പറയുക.
പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ചിലതിലെങ്കിലും ചെറിയ വേരിയേഷൻ വെച്ച് കാണിക്കാറുണ്ട് ചില സ്പില്ലേജ് വേസ്റ്റിൽ അല്ലെ. അവിടെ ലബോറട്ടറിയിലൊക്കെ ലാബ് കോട്ടൊക്കെ ആയിട്ടാണ് കാണിക്കാറ്. ഗൂഗിൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം, അത് നോട്ട് ചെയ്യാം. ഇതിന്റെ ക്വസ്റ്റ്യനില് ആദ്യം തന്നെ ഒരു ഭാഗം കൂടെ ഇടയ്ക്ക് ചോദിച്ച് കാണാറുണ്ടല്ലോ. അതായത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ ഈ ഒരു ഭാഗം അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി, ആ ഒരു ഭാഗം. അതായത് ട്രാൻസ്മിറ്റബിൾ ഡിസീസസിന് എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് അല്ലാത്തത് ഏതെന്നൊക്കെയുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സെന്റൻസ് നോട്ട് ചെയ്യാം. ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് such as HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി. ചിലപ്പോഴെങ്കിലും ഈ ലെറ്റേഴ്സ് ഒക്കെ അല്ലെ ചിലർക്കൊന്നും പെട്ടെന്ന് ഓർമ്മയിലില്ലെങ്കിൽ അത് വാങ്ങാവാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ എടുത്തു പോയിക്കോട് ട്രാൻസ്മിറ്റബിൾ കണ്ടപ്പോഴാണ് ഇത്. ഓരോ സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാലോ അല്ലെ. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എന്താണ്, ഫ്ലൂയിഡ് ആയി ബന്ധപ്പെട്ട സ്പില്ലേജ് വേസ്റ്റുകൾ അത് ബയോ മെഡിക്കൽ സ്പില്ലേജ് വേസ്റ്റിൽ പെടും അല്ലെ. അതേമാതിരി തന്നെ ഹസാർഡ് സ്പില്ലേജ് വേസ്റ്റിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ചിലതിലുണ്ട് അല്ലെ. കെമിക്കൽ ആണെങ്കിലും മർക്കറി ആണെങ്കിലും ഒക്കെ ഹസാർഡ് സ്പില്ലേജ് വേസ്റ്റിന് ലേബൽ ചെയ്ത കണ്ടെയ്നേഴ്സിൽ തന്നെ അതിന്റെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നിക്ഷേപിക്കണം എന്നുള്ളത്. അപ്പൊ ഓരോ സ്പില്ലേജ് വേസ്റ്റിലും ഡിസ്പോസൽ ചെയ്യേണ്ടിയിരിക്കുന്നത് അത് ഏതിലാണെന്ന്, എന്ത് ലേബൽ ചെയ്തിരിക്കുന്നതിലാണെന്ന് ആ പോയിന്റ് നോട്ട് ചെയ്ത് പോവുക. എല്ലാ സ്പില്ലേജ് വേസ്റ്റിലും ഉണ്ട്. പിന്നെ സൊല്യൂഷൻസിന്റെ പേരുകളും വ്യത്യസ്തമായിട്ട് മിക്കവാറും അതിലുണ്ട്. ഫസ്റ്റ് പോയിന്റ് വ്യക്ത ഏരിയ ആണോ അല്ലെങ്കിൽ മൈനർ ഓർ മേജർ ആണോ എന്ന് കൺഫേം ചെയ്യുന്നതാണോ എന്നുള്ളത്. അതേപോലെ ലാസ്റ്റ് പോയിന്റ് ഉണ്ട് റിപ്പോർട്ട് ദ സ്പില്ല്. എല്ലാത്തിലും ഉണ്ട് റിപ്പോർട്ട് ദ സ്പില്ല്. അതായത് കൺസേൺഡ് സ്റ്റാഫിന് റിപ്പോർട്ടുകൾ തയ്യാറാക്കാനുക എന്നുള്ളത്. അതൊക്കെ മസ്റ്റായിട്ട് എല്ലാത്തിലും വരുന്നത് കൊണ്ട് തന്നെ അത് മാറിപ്പോവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് സ്പില്ലേജ് വേസ്റ്റ് കോമൺ ആയിട്ട് വ്യത്യസ്ത ഇതുകൾ ഉള്ളത് കൊണ്ട് അതിലുള്ള ജസ്റ്റ് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. എന്താണ് അതില് പിന്നെ ഉള്ളത് വ്യത്യസ്ത തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മള് ലാസ്റ്റില് കുറച്ച് അല്ലെ റെഗുലേറ്ററി ഫ്രെയിം വർക്കുകൾ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ എമർജിംഗ് ട്രെൻഡ്സ് ടെക്നോളജീസിന്റെ കാര്യമാണ്. ഇവിടെ കുറച്ച് അല്ലെ പോയിന്റ്സുകൾ ഇങ്ങനെ ഫുൾ ഫോമുകൾ സ്റ്റാൻഡ്സ് ഫോർ എന്നും പറഞ്ഞുകൊണ്ട് മാറിപ്പോവാൻ ചാൻസ് ഉള്ളതൊക്കെ ഉണ്ട്. എന്താണ് RCR, OSH, PPE അങ്ങനെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. അതൊക്കെ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്നത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. പിന്നെ എപ്പോഴും നമുക്കറിയാം വേസ്റ്റ് കൈകാര്യം ചെയ്യണമെങ്കിൽ ആരുടെയൊക്കെ അല്ലെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഹസാർഡ് വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആരുടെ റൂൾസ് ഒക്കെ റെഗുലേഷൻസ് ലോക്കലിന്റെയും സെൻട്രലിന്റെയും അതേമാതിരി തന്നെ നമ്മുടെ സ്റ്റേറ്റിന്റെയൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ്. വേസ്റ്റുകൾ ഹസാർഡ് വേസ്റ്റുകളാണ്. പിന്നെ വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ആ ഒരു ഡിസ്പോസൽ വേസ്റ്റുകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ടെക്നിക്കുകൾ. അല്ലെ റോബോട്ട് അസിസ്റ്റന്റിലാണെങ്കിൽ നമുക്കറിയാം അവിടെ പ്രധാനമായിട്ടും ഡിസ്പോസ് ചെയ്യാനായിട്ട് സ്പീഡിലി ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോർട്ടിങ് കാര്യങ്ങളൊക്കെ റോബോട്ടിന്റെ സഹായത്തോടു കൂടിയാണ്. ബയോ റെമഡിയേഷനിലാണെങ്കിൽ അത് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ആണ് ഉപയോഗിക്കുന്നത്. അവിടേക്ക് അണ്ടർലൈൻ ചെയ്ത് പോവുക. ദിസ് ടെക്നോളജി യൂസസ് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ടു ബ്രേക്ക് ഡൗൺ ഡേഞ്ചറസ് വേസ്റ്റ്. then ഇവിടെയാണെങ്കിൽ നമുക്കറിയാം അതെന്താണ് സോർട്ട് ചെയ്യാനായിട്ട് അല്ലെ ഡേഞ്ചർ വേസ്റ്റ് സേഫ്ലി ആൻഡ് സ്കിൽഫുള്ളി സോർട്ട് ചെയ്യുന്നത് റോബോട്ടിന്റെ സഹായത്തോടു കൂടിയാണ്. പ്ലാസ്മ ഗ്യാസിഫിക്കേഷനിലാണെങ്കിൽ അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചർ ടു ബ്രേക്ക് ഡൗൺ അൺസേഫ് വേസ്റ്റ്.
ഗ്രീൻ കെമിസ്ട്രിയിലാണെങ്കിൽ നമുക്കറിയാം അതിന്റെ ആ ഡിസൈനിങ് തന്നെ അല്ലെ, അത് ഹസാർഡ് വേസ്റ്റിന്റെ കണ്ടന്റ് കുറച്ചുകൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. എന്ത് സംഭവമാണെങ്കിലും അത് രൂപകൽപ്പന ചെയ്യുമ്പോൾ നാച്ചുറൽ വേസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ചെറിയ ചെറിയ പെർട്ടിക്കൽസ് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതാണ്. ഏതൊക്കെ തരത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്, എത്ര ടൈപ്സ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം. WHO ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ. അത് നിങ്ങൾക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. ഈ ഒരു പാരഗ്രാഫും അതേമാതിരി തന്നെ ഈ 1-2 ലാസ്റ്റ് ടോപ്പിക്കുകളും ഒന്നും മറക്കാതിരിക്കുക. മറ്റേ സ്പില്ലേജ് വേസ്റ്റ് നിങ്ങൾക്ക് അറിയാം, ഓരോ കഴിയുമ്പോൾ അതിന്റെ ഒക്കെ സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ് അടുത്തതിൽ വരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സ്പില്ലേജ് വേസ്റ്റ് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ സ്പില്ലേജ് വേസ്റ്റ്? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുണ്ടോ? ആരും റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താം. എന്തായാലും എക്സാമിന് മുമ്പ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം കുറച്ച് അല്ലെ, കുറച്ച് ഇതുകളെയാണ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്. അതെങ്ങനെയാണ്, ഏതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും അവിടെ പറയുന്നത്. അവിടെ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള റെഗുലേറ്ററികളുണ്ട്. അതായത് അവിടെയുള്ള വർക്കേഴ്സിന് സുരക്ഷ നൽകുന്ന ഒരു ഇതുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. RCRA എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് ആണ്. അപ്പൊ അവിടെ എന്താണ്, നമ്മുടെ നല്ല നല്ല റിസോഴ്സുകൾ അത് നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആക്ട് ആണ് അത്. അതിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളൊക്കെ കീപ്പ് ചെയ്ത് പോകണം. അതേമാതിരി തന്നെ ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ആക്ട് ആണ്. ആ നിയമങ്ങൾ എന്താണോ പറയുന്നത് അത് പാലിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. then എന്താണ് അവിടെ എടുത്ത് പറയുന്നതാണ് അല്ലെ, ബ്ലഡ് ബോൺ പാത്തജൻസ് സ്റ്റാൻഡേർഡ് ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ ബ്ലഡിൽ കൂടി പകരുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് തന്നെയായിരിക്കണം അവിടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ EPAയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണ് ഈ ആക്ടുകളൊക്കെ വന്നിരിക്കുന്നത്. അതായത് EPAയുടെ അണ്ടറിലാണ് RCRAയും OSHA ഒക്കെ വന്നിരിക്കുന്നത്. നമുക്കറിയാം മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളും ഈ വേസ്റ്റ് ഡിസ്പോസലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ഫോളോ ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിന് പ്രാധാന്യം വരുന്നത്. then എന്താണ് ഇവിടെ ഒരു പോയിന്റിൽ പറയുന്നുണ്ട്, ഗൈഡ് ലൈൻസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ മസ്റ്റ് എബൈഡ്, അവര് പാലിക്കേണ്ടിയിരിക്കുന്നു. ഈ ഗൈഡ് ലൈൻസ് ഒക്കെ നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ നിയമങ്ങൾ പാലിച്ചിട്ട് വേണം ഡിസ്പോസൽ ചെയ്യാൻ എന്നുള്ളത്. then ഇതേമാതിരി തന്നെ പറയുന്നുണ്ട് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ് എന്തെങ്കിലും അല്ലെ, നമ്മള് കെമിക്കലോ മെർക്കുറി അങ്ങനെയുള്ള റേഡിയേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൂടി ബൾക്ക് ഒക്കെ ആവുമ്പോഴാണ് ഈ മാറ്റർ വരുന്നത് അല്ലെ. അവിടെ സ്റ്റേറ്റിന്റെയും ലോക്കലായിട്ട് നമുക്കറിയാം മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തിലൊക്കെയാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവരുടെ പെർമിഷനോട് കൂടി മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. Hospital must get permits from state and local authorities to handle and dispose unsafe waste including spillage waste. അവിടെ spillage waste അങ്ങനെ തന്നെ മാത്രമേ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേമാതിരി തന്നെ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. അവിടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് who manipulate spillage waste must get training and certification dangerous waste management and disposal procedure to ensure
കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ്. എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതേമാതിരി തന്നെ ഈ ഡേഞ്ചറസ് വേസ്റ്റ് കൈകാര്യം ചെയ്യാനുള്ള ട്രെയിൻ ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് അല്ലെ, അത്തരത്തിലുള്ള വർക്കേഴ്സ് ആണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത്. റെക്കോർഡ് കീപ്പിംഗ്, ഇതെല്ലാം കൃത്യം നമുക്കറിയാം. എല്ലാ സ്പില്ലേജ് വേസ്റ്റിലും നമ്മൾ ലാസ്റ്റിൽ ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ വേണമെന്നുള്ളത് റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽസ് മസ്റ്റ് കീപ്പ് റെക്കോർഡ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഡോക്യുമെന്റേഷൻ ഓഫ് സ്പിൽസ്, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ ആൻഡ് എനി ഫോളോ അപ്പ് ആക്ഷൻസ് ഓൾറെഡി ടേക്കൻ. അവരിങ്ങനെ എന്തെങ്കിലും സ്പില്ലേജ് വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡിസ്പോസൽ നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഫോളോ അപ്പ് ആവശ്യമാണ്. നമുക്കറിയാം വർഷം കൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരിശോധനകളൊക്കെ നടത്തേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് ഒക്കെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തണം. അതിന്റെ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യണം. ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ആരെങ്കിലൊക്കെ ഇൻസ്പെക്ഷൻ നടത്തിയതിനു ശേഷമാണ് പ്രൂവ് ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ആണ് എന്നുള്ളത്. റെഗുലേറ്ററി ഏജൻസീസ് ഓവർസീസ് ഇൻസ്പെക്ഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ്. ഹോസ്പിറ്റൽ മസ്റ്റ് റെഡി ഫോർ ദീസ് inspection and have a plan in place to rectify any insufficient identified during the inspection. നമുക്കറിയാം ചെക്കിങ്ങിന് വരിക അല്ലെ, ഹോസ്പിറ്റലൊക്കെ ഡിസ്പോസലൊക്കെ കറക്റ്റ് ആയിട്ടുള്ള നടക്കുന്നത് എന്നൊക്കെ ഇൻസ്പെക്ഷനൊക്കെ വരുമ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചു കൊടുക്കണം. റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ അവരെ അറിയിച്ച് അവര് പറയുന്നതനുസരിച്ചിട്ട് ക്ലിയർ ഔട്ട് ചെയ്യണം എന്നുള്ളത്. പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ് അല്ലെ, എന്തെങ്കിലും പെനാൽറ്റികളൊക്കെ ഈടാക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. റെഗുലേഷൻസ് അനുസരിച്ചിട്ടില്ലെങ്കിൽ അല്ലെ ഗവൺമെന്റിന് ഈടാക്കാനായിട്ടുള്ള അവകാശമുണ്ട്. അതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് അല്ലെ, ഫൈനുകളോ പെനാൽറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിയമ നടപടികളൊക്കെ ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാനായിട്ട്, തെറ്റുകൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഹോസ്പിറ്റലിന് തന്നെയാണ്. ഇത് തന്നെയാണ് എന്റെ ലാസ്റ്റ് സെന്റൻസിലും ലാസ്റ്റ് ആയിട്ടും പറയുന്നത്. ക്രിട്ടിക്കൽ ഫോർ safeguarding the environment and public health and avoiding legal and financial penalties. നമ്മളെപ്പോഴും എന്താണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ വിട്ടുവീഴ്ച കൂടാതെ തന്നെ നിർവഹിക്കണം. അതോടൊപ്പം തന്നെ പബ്ലിക്കിന്റെ അല്ലെ ജനങ്ങളുടെ ആ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ, അതേമാതിരി തന്നെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും അല്ലെ എൻവയോൺമെന്റ് നമ്മുടെ പ്രകൃതിയെയും ചൂഷണം ചെയ്യാതെ തന്നെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കി മാത്രമാണ് ഈ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. Hospital must be up to date on regulations and guidelines to secure the required fairness, provide training and certification to healthcare workers, keep accurate records and be prepared for inspections. നമുക്കറിയാം സ്പില്ലേജ് വേസ്റ്റ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻ വരുന്നത് അനുസരിച്ചിട്ട് തന്നെ അവര് റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ നടപടികളൊക്കെ എടുക്കേണ്ടതുണ്ടെങ്കിൽ ആ ഫോളോസ് അതെല്ലാം എടുത്തു പോകണം. അതേമാതിരി തന്നെ എന്താണ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ചില സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്ഷന് വേണ്ടി അവരെ വിളിച്ച് അല്ലെ ആ ഒരു റെക്കോർഡ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറാവണം. പിന്നെ എന്താണ് അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കണം. ഇങ്ങനെ വരുന്ന കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ് കൊടുക്കണം. അവിടെയുള്ള അല്ലെ അവിടെയുള്ള സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും അതേമാതിരി തന്നെ എൻവയോൺമെന്റിനും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത്. ഇതാണ് ഗൈഡ് ലൈൻസിൽ അല്ലെങ്കിൽ റെഗുലേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, റെഗുലേറ്ററി അല്ലെ നമ്മുടെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ക്ലിയർ ആയോ? അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ ഈ 3-4 ചാപ്റ്റർ ഒന്ന് നോട്ട് ചെയ്ത് പോവാട്ട. അപ്പൊ ഇനി നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ ആയിട്ട് ബാക്കി ചാപ്റ്റേഴ്സിനൊപ്പം പഠിക്കേണ്ടി വരികയില്ല. ഇന്ന് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പരസ്പരം ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്തൊക്കെ പോവാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇനി എക്സാമിന് മുമ്പ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ എക്സാം നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.